ഭയപ്പെടുത്തിയല്ലേ ശീലിച്ചിട്ടുള്ളൂ, അനുസരിക്കാൻ പറഞ്ഞല്ലേ ശീലിച്ചിട്ടുള്ളൂ അല്ലേ? അവിടെ ആരും അങ്ങനെ പറഞ്ഞില്ലല്ലോ പണ്ട് ക്ലാസ് വിട്ട് കഴിഞ്ഞിട്ട്. എനിക്കറിയാം ഇവിടെ നമ്മൾ ഇരിക്കുന്നവരെല്ലാവരും വളരെ ഒരു ചിൽ മൂഡ്, ഇങ്ങനൊരു ഇതുണ്ടല്ലോ, ഒരു ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. അത് കളയണ്ട. നിങ്ങളെ റിലാക്സ് ചെയ്തിരിക്കുന്ന മൂഡ്, നമ്മളിങ്ങനെ ഒരു സൗഹൃദത്തിന്റെ കൊടുക്കൽ വാങ്ങലുകളിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ കളയണ്ട. അതാണ് നല്ലത്. കാരണം നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം എനിക്ക് തോന്നുന്നു ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ കാണുന്നിടത്തോളം നിങ്ങളുടെ ഈ 2 ദിവസത്തെ ക്യാമ്പിനകത്ത് ബാക്കിയുള്ള സെഷനുകളൊക്കെ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആൻഡ് ടെക്നിക്കലായിട്ട് പോകുമ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ പോകുന്ന സെഷൻ കുറച്ച് സ്കാറ്റേർഡ് ആണ്. അതേപോലെ തന്നെ ഒട്ടും ടെക്നിക്കൽ അല്ല. പക്ഷേ എല്ലാ ടെക്നിക്സിന്റെയും ആനുകാലിക അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ കീ എവിടെയാണോ ഇരിക്കേണ്ടത് അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആണോ? നമുക്കൊരു പേഴ്സണാലിറ്റി ഇല്ലേ? ഒരു സ്വത്വമുണ്ട് നമ്മളിൽ ഒരു സ്വത്വമുണ്ട്. ആ സ്വത്വം ഹു ആർ യു എന്നുള്ള ചോദ്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ പേര് പറയുന്നുണ്ടെങ്കിൽ വാട്ട് ആർ യു എന്ന് ചോദിക്കുന്നിടത്ത് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ അക്കാഡമിക്കലി വാട്ട് ആർ യു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഐ എം എ ടീച്ചർ. പക്ഷെ നമ്മൾ പേഴ്സണലി നമ്മളോട് നമ്മളുടെ വ്യക്തിത്വം എന്നുള്ള നിലയിൽ നമ്മളോടൊരു ചോദ്യം ചോദിക്കുക, വാട്ട് ആം ഐ? എത്ര പേര് ടീച്ചർ എന്നുള്ള ഉത്തരം പറയുന്നുണ്ട്? കൈവക്കൽ. ആരുമില്ല. അതൊരു പക്ഷെ നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ ആഗ്രഹിച്ച പ്രൊഫഷൻ അല്ലാഞ്ഞിട്ടല്ല, ആയിരിക്കാം, അങ്ങനെ ഉണ്ടാവാം. പക്ഷെ പൂർണ്ണമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പ്രൊഫഷൻ അല്ലാത്തത് കൊണ്ട് മാത്രമല്ല, അതിനെല്ലാം അപ്പുറത്തേക്ക് ആസ് എ പേഴ്സൺ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വത്വബോധം നമ്മളിൽ ഡിഫൈൻ ചെയ്യുന്ന മറ്റൊരവസ്ഥയുണ്ട്. ഈ സ്വത്വബോധമാണ് നമ്മുടെ നിലപാടായിട്ട് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? അതിനുള്ളൊരു സ്വതന്ത്രമായ ഒരു പരിസ്ഥിതിയിലാണോ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ ആമുഖം പറഞ്ഞ ആള് ഭയപ്പെടുന്നവരും ഭയപ്പെടുത്തുന്നവരും എന്ന് പറയില്ല. ഇത് രണ്ടും തെറ്റാണ്. ഭയപ്പെടുന്ന അവസ്ഥയും തെറ്റാണ്, ഭയപ്പെടുത്തുന്ന അവസ്ഥയും തെറ്റാണ്. അധികാരിയായിട്ടിരിക്കുന്നതും തെറ്റാണ്, അടിമയായിട്ടിരിക്കുന്നതും തെറ്റാണ്. നമ്മുടെ സ്വതന്ത്രമായ നിലപാട് എന്താണ് എന്നുള്ളിടത്ത് നിന്നിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്, ഒരു വ്യക്തി തുടങ്ങുന്നത്. എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഒരു വ്യക്തി തുടങ്ങുന്നത്. പിന്നെയല്ലേ നമ്മൾ വർഗീയവാദിയാണോ, നമ്മൾ മതേതരവാദിയാണോ, നമ്മൾ വിശ്വാസിയാണോ, നമ്മൾ അവിശ്വാസിയാണോ, ഒരുപാട് 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 ആണോ എന്നുള്ള ചോദ്യങ്ങൾ പിന്നീടാ വരിക. ഇതിലേക്കൊക്കെ ചിന്തിക്കാൻ നമ്മൾ സ്വതന്ത്രരാണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യം? എന്താ സ്വാതന്ത്ര്യം? പറഞ്ഞോ, അവനവന് തോന്നുന്നത് പറഞ്ഞോ. കുറച്ച് കലവിലയൊക്കെ വരട്ടെ, രാവിലെ ഉറങ്ങണ്ട, നല്ല സുഖമുള്ള അന്തരീക്ഷം, എയറോബിക്സ് ഒക്കെ ചെയ്തിട്ട് ഇനി വേണമെങ്കിൽ ഒന്ന് ഉറങ്ങിയാൽ ആഹാ എന്ന് വിചാരിക്കുന്ന അവസ്ഥ, അത് വേണ്ട. എന്താ സ്വാതന്ത്ര്യം? വെരി ഗുഡ്.
നമ്മൾ പൊളിറ്റിക്കലി നമ്മളുടെ ഭരണഘടന അതൊരു സ്ട്രക്ചറലായിട്ട് വച്ചിട്ടുണ്ട്. അത് ടെക്നിക്കലി സ്വാതന്ത്ര്യം. നമ്മളിപ്പോ പോയ ഒരു ടെക്നിക്കലും അല്ല. എവിടെന്നാ പോകുന്നത്? നമ്മുടെ സ്വത്വബോധത്തിൽ നിന്നാ പോകുന്നത്. ആ പെർസ്പെക്റ്റീവില് സ്വാതന്ത്ര്യം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പോലും അറിയാത്ത ഒരവസ്ഥയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മളിൽ ഇങ്ങനെ ത്വര ഉണ്ടാക്കുന്ന ഒരവസ്ഥ, അത് പറഞ്ഞാൽ അയ്യോ നെക്സ്റ്റ് നമ്മളുടെ ഒരു റിഫ്ലെക്സ് ആക്ഷൻ വരും. അങ്ങനെ ആകാമോ? അല്ലേ? ഇതാണ് എന്റെ സ്വാതന്ത്ര്യം എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുമ്പോ ആ ശ്രമത്തെ പോലും തടയുന്നത്ര ഭയപ്പെടുത്തുന്ന അവസ്ഥയുണ്ട്. ശ്രമത്തെ പോലും ഭയപ്പെടുത്തും. അവിടെയാണ് നമ്മൾ ആൺപെണ്ണൊക്കെ വിട്ടിട്ട് അതിനപ്പുറത്തേക്കുള്ള സെക്ഷുവാലിറ്റിയുടെ അവസ്ഥയിലേക്ക് പോലും നമ്മൾ നമ്മുടെ ചർച്ചകളെ കൊണ്ട് ഇറ്റയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവിടുന്നാണ്. അപ്പൊ സോഷ്യലി ഒരു വ്യക്തി എത്രമാത്രം അരാജകത്വത്തിൽ നിന്നുകൊണ്ടാണ് മുന്നേറാൻ ശ്രമിക്കേണ്ടത്? ശ്രമമേ നടക്കില്ല. ശ്രമം പിന്നെ എങ്ങനെ ഉണ്ടാവുന്നേ? ഞാൻ അതിന്റെ അങ്ങേറ്റത്തെ ഒരൊറ്റ ഇതിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ശ്രമം എങ്ങനെ ഉണ്ടാവുക? ആ ശ്രമിക്കാനുള്ള ഒരു ദാഹത്തിൽ നിന്നാണ് നമ്മൾ സംഘങ്ങളാവുന്നത്. നമ്മളെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ പറ്റുന്ന ചിന്തകളുണ്ടോ എന്നുള്ള അന്വേഷണങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മളെ സംഘങ്ങളായി മാറിപ്പോവുക. അതിന്റെ പല ട്രാക്കുകളാണ്. അവിടെയും കൺഫ്യൂഷൻ ആവുന്ന ട്രാക്കുകളാണ്. നമ്മൾ വേണം കൂടെ എന്ന് വിചാരിക്കുന്ന ആരും കൂടെ വരാത്ത പൊളിറ്റിക്കൽ ട്രാക്കായി. എന്നാൽ പോവരുത് എന്ന് വിചാരിക്കുന്ന തലങ്ങളിലൂടെ നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം പോകുന്ന വളരെ വിശ്വാസത്തിന്റെ ട്രാക്ക് വരും. ഇതിലെ എവിടെയോ നമ്മളുടെ അനിവാര്യതകളെ ബന്ധിപ്പിച്ചു നിർത്തി, ചങ്ങലകൾ ചേർത്ത് നിർത്തി നമ്മൾ ഈ ട്രാക്കുകളിലൂടെ പോയിട്ട് അവിടെയാണ് എൻ്റെ സ്വാതന്ത്ര്യം, അവിടെയാണ് എൻ്റെ സ്വത്വബോധം, അവിടെയാണ് എൻ്റെ ഡ്യൂട്ടി, അവിടെയാണ് എൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞ് നമ്മളെ പ്രതിഷ്ഠിക്കുന്ന ഒരവസ്ഥയിലാണ് എന്ത് അവസ്ഥയിലാണ് സ്വാതന്ത്ര്യം എന്നൊന്നും പറയാൻ അത് എത്തുന്നില്ല. സമൂഹം, അത് സമൂഹത്തിന്റെ പൊതുബോധമാണ്, നമ്മളുടെ ബോധം അല്ലത്. ആ സാമൂഹിക പൊതുബോധ നിർമ്മാണത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ എവിടെയെല്ലാം ഇഴപിരിച്ചെടുത്ത് ആ ഓരോ ഘടകങ്ങളിലും നമുക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളിടത്ത് എടുക്കേണ്ടുന്ന നിലപാടാണ് സ്വാതന്ത്ര്യം. അതാണ് നേരത്തെ പറഞ്ഞതിന്റെ അവനവനായിരിക്കാൻ പറ്റുന്ന അവസ്ഥ. അതിന് കാൾ മാർക്സ് ആണ് ഏറ്റവും നന്നായിട്ട് ഡെഫിനിഷൻ പറഞ്ഞത്. സ്വാതന്ത്ര്യം എന്നുള്ളിടത്ത് ആധുനിക സാമൂഹ്യശാസ്ത്രത്തെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ആധുനിക സാമൂഹ്യശാസ്ത്രത്തിൽ ഏറ്റവും റെലവൻ്റ് ആയ, ഇപ്പോഴത്തെ കാലഘട്ടത്തെ അനുസരിച്ച് റെലവൻ്റ് ആയ ഒരു ഡെഫിനിഷനിലേക്ക്, അതും എനിക്കൊന്നും മനസ്സൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിലാണ് അത് പറഞ്ഞു വെച്ചത്. കാലത്ത് കൃഷിവലനായും, ഉച്ചയ്ക്ക് പ്രഭാഷകനായും, വൈകുന്നേരം പിതാവായും, മറ്റേതെങ്കിലും അവസ്ഥയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരാളായും ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് സ്വാതന്ത്ര്യം. നിങ്ങളത് പോയി നോക്കൂ. യെസ്, അതാണ് നമ്മളിപ്പോ പറഞ്ഞു വെച്ചത്. സാമൂഹ്യ ബോധമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, ഒരു സ്വത്വബോധമല്ല. സ്വത്വബോധത്തിനകത്ത് നിന്നുകൊണ്ടുള്ള ഒരു ശരിതെറ്റുകളെ കണ്ടെത്താൻ പോലുമുള്ള സാമൂഹിക അവസ്ഥ സ്വാതന്ത്ര്യം നമുക്ക് തരുന്നില്ല. അതിന് സ്വതന്ത്രരല്ല നമ്മൾ. പിന്നല്ലേ ഈ സാമൂഹ്യ ഈ ഭൂമിയുടെ പുരോഗമന നിർമ്മാണ പ്രക്രിയയിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക? നമ്മളെ കണ്ടെത്തിയിട്ടല്ലേ നമുക്ക് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക? അവിടെയല്ലേ ഞാനൊരു കമ്മ്യൂണലിസ്റ്റ് ആണോ, ഞാനൊരു സെക്യുലറിസ്റ്റ് ആണോ, ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് എനിക്ക് എന്നെ കൊണ്ട് നിർത്താൻ പറ്റുള്ളൂ. അപ്പോ ഈ മൂല്യബോധങ്ങളുടെ ഇടയിൽ ഈ സമൂഹത്തിൽ
നമ്മൾ എവിടെയാണ്, നമ്മൾ ആരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നമുക്കുണ്ടാവുക എന്നുള്ള. നമ്മുടെ ശ്രമങ്ങൾ ഏത് വഴിക്കാണ് പോവുക? നിങ്ങളിൽ കുറെ അധികം ആൾക്കാർ യങ്സ്റ്റേഴ്സ് ആണ്. നമ്മളുടെ വ്യക്തിപരമായ ശ്രമങ്ങൾ നമ്മളെ എവിടെ നിർത്താനാണ് നമ്മൾ കൊണ്ടുപോവുക? എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? നമ്മളുടെ രക്ഷപ്പെടൽ വലിയ വലിയ കോംപ്ലിക്കേഷനിലേക്ക്, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോകണ്ട. കാരണം ടോട്ടൽ കൺഫ്യൂസ്ഡ് ആകും. നമ്മുടെ ലക്ഷ്യം രക്ഷപ്പെടുക. കുഞ്ഞിലേ പോലെ നമ്മളൊക്കെ കേട്ടത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടും ജീവിതത്തിൽ. എന്താണ് രക്ഷപ്പെടലിന്റെ ഡെഫിനിഷൻ? രക്ഷപ്പെടലിന്റെ ഡെഫിനിഷൻ എന്താ? ഓരോ ക്രൈറ്റീരിയ വളരെ സത്യസന്ധമായി പറയൂ, താത്വികമായി പറയണ്ട, വളരെ സത്യസന്ധമായി പറയൂ. അങ്ങനെയാണോ? നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. ബേസ്ഡ് ഓൺ രക്ഷപ്പെടൽ. നമ്മളൊക്കെ വളർന്ന ഈ കാലഘട്ടത്തിന്റെ, ഇപ്പോഴത്തെ റണ്ണിങ് ജനറേഷന്റെ കാലഘട്ടത്തിൽ കുഞ്ഞിലേ മുതൽ നമ്മളെ മെന്റർ ചെയ്യുന്ന, ട്രെയിൻ ചെയ്യുന്ന രക്ഷപ്പെടൽ എന്ത്? ഫിനാൻഷ്യലി സേഫ് ആകുക. ഫിനാൻഷ്യലി സേഫ് ആകുക. അതിന് പഠിക്കാം, അതിന് കളിക്കാം, അതിന് സിനിമാ നടിയാവാം, അതിന് കായിക താരമാകാം, അതിന് പത്രപ്രവർത്തകനാവാം, അതിന് കൃഷി ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷെ രക്ഷപ്പെട്ടോ? ഈ രക്ഷപ്പെടലിന്റെ മാനദണ്ഡം എന്താ? രക്ഷപ്പെട്ടു എന്ന് പറയണമെങ്കിൽ എവിടെ എത്തണം? ഫിനാൻഷ്യലി സേഫ് ആവണം. എവിടെ വരെ? പ്രാഥമിക ആവശ്യങ്ങൾ ആഹാരം, വസ്ത്രം, പാർപ്പിടം. രക്ഷപ്പെടലല്ല, മുറുകലാണ് അല്ലേ? അതിനാണ് പണ്ടേ കുഞ്ചൻ എഴുതി വെച്ചത്, 10 കിട്ടരിൽ 100 മതിയെന്നു, ശതമാകിൽ സഹസ്രം മതിയെന്നു, 1000 പണം കയ്യിലുണ്ടാകുമ്പോ ആയുധമാകിൽ ആശ്ചര്യം എന്നതും. ഒരിക്കലും രക്ഷപ്പെടില്ല. രക്ഷപ്പെടുവോ? അങ്ങനെയാണെങ്കിൽ അദാനി 2029 കോടിയുടെ അഴിമതി ഒരു രാഷ്ട്രത്തെ സാക്ഷി നിർത്തി, ഒരു പ്രധാനമന്ത്രിയെ പങ്കാളിയാക്കി, അമേരിക്കയുടെ കോടതിയിൽ പോയിട്ട് 2029 കോടിയുടെ അഴിമതിക്ക് കോടതിക്കകത്ത് കയറി നിന്ന് മറുപടി പറയാൻ വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായിരിക്കുന്ന, രക്ഷപ്പെട്ട് നമ്മൾ കോടീശ്വര പദ സ്വപ്നം കാണുന്ന അദാനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നോ? ഉണ്ടാവുമായിരുന്നോ? ഇല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകളിൽ ബേസിക് ആയിട്ടുള്ള ഇടത്ത്, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്ത്, നമ്മളുടെ അടുത്ത തലമുറയുടെ അടുത്ത് നമ്മളായി കട്ട് ഓഫ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ലക്ഷ്യം എന്താ? രക്ഷപ്പെടൽ സാമ്പത്തിക രക്ഷപ്പെടലല്ല. എത്ര അധ്യാപകർ അങ്ങനെ പറയുന്നുണ്ട്? എത്ര അധ്യാപകർ നമ്മളിങ്ങനെ ഉറപ്പിച്ച് പറയുന്നേ? ചിലർക്കൊക്കെ പറയാൻ പറ്റും, ഇത്ര വലിയ സൈബർ ആക്രമണം ഉണ്ടായി കഴിഞ്ഞിട്ട് മിണ്ടാതെ വീട്ടിലിരുന്നോ എന്നാണല്ലോ സൈബർ ആക്രമണം ഓരോന്നും എന്നോട് പറഞ്ഞത് അല്ലേ? ഓരോ കമന്റും വാങ്ങിച്ചത് എന്താ? മിണ്ടാതെ വീട്ടിലിരുന്നോ എന്നാണ്. മിണ്ടാതെ വീട്ടിലിരിക്കും, നീ ഒരു പെണ്ണാണ്, മിണ്ടാതിരിക്കുക, ഭയപ്പെടുത്തുകയായിരുന്നു. പക്ഷെ ഓരോ കമന്റ് വായിച്ചപ്പോഴും ഇനിയും ഞാൻ പറയും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 1.5 വർഷമായി ഒരു ക്യാമറയുടെ മുമ്പിൽ പോയിട്ട്, 1.5 വർഷമായി ഒരു 10 രൂപ എന്റെ സ്വന്തമായി ഞാൻ പണിയെടുത്ത് വാങ്ങിയിട്ട്, ഇങ്ങനെ ഏറ്റവും ഓണറേറിയ നിങ്ങളൊക്കെ തന്നെങ്കിൽ അതാണ് ഇപ്പോഴത്തെ വരുമാനം. അത് ഡിമാൻഡ് ചെയ്ത് നമ്മൾ വാങ്ങുന്നതല്ല. പക്ഷേ ഈ 1.5 വർഷമായിട്ട് 50 വയസ്സുള്ള ഞാൻ ഒരു വരുമാനമില്ലാതെ എങ്ങനെ ജീവിക്കും? പക്ഷെ നമുക്ക് നിലപാടെടുക്കും. നമ്മള് തീരുമാനിക്കുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് ആ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. അടുത്ത തലമുറയെ നമ്മളാണ് മോൾഡ് ചെയ്യുന്നത്. അടുത്ത തലമുറയെ നമ്മളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അടുത്ത തലമുറയുടെ സാമൂഹിക ബോധത്തെ നിർമ്മിക്കുന്നതിൽ 1ാം സ്ഥാനമുള്ളവരാണ് നിങ്ങൾ.
അച്ഛനും അമ്മയും അല്ല. അങ്ങനെ വിശ്വസിക്കുന്നവരാണോ അധ്യാപകർ? അങ്ങനെ വിശ്വസിക്കുന്ന അധ്യാപകർ ഇതിൻ്റെ അകത്ത് എത്ര പേരുണ്ട്? സംശയമുണ്ട്. അത് പുതിയ പുതിയ വിദ്യാഭ്യാസ രീതിയുടെ ചില പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ അധ്യാപകൻ ഗുരു ഇരുട്ട് നീക്കുന്നവരാണ്. നമ്മളാണ് ആ ബോധ നിർമ്മാണ പ്രക്രിയയിലെ പരിശീലകനായിട്ടുള്ള ടെക്നീഷ്യൻ നമ്മളാണ്. അതിനൊരു തർക്കമില്ല. ആ നമുക്ക് കുട്ടികളുടെ ബോധനിർമ്മാണ പ്രക്രിയയിൽ പണം കൊണ്ട് രക്ഷപ്പെടുന്നതല്ല ജീവിതത്തിന്റെ രക്ഷപ്പെടൽ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് ലോകത്ത്, ഈ മുതലാളിത്ത വ്യവസ്ഥിതിയിൽ നമ്മളുടെ സാമൂഹ്യ നിർമ്മാണം ഏത് രീതിയിലായിരിക്കും? എന്താണ് നമ്മുടെ ചുമതല? എന്താണ് നമ്മുടെ ചുമതല? ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സമൂഹത്തോടുള്ള ചുമതല എന്താണ്? അപ്പോൾ ഇവിടെ ആ ഉത്തരം പറയേണ്ട അധ്യാപകര്. കൺഫ്യൂഷനാണ്. നമുക്ക് എല്ലായിടത്തും നമുക്ക് കൺഫ്യൂഷനാണ്. എന്തുകൊണ്ടാണത്? യെസ്, നമ്മള് ചെയ്യണ്ട്. അൺലൈൻ ചെയ്തതും പുതിയത് പഠിക്കുകയും ചെയ്യണം. അവസ്ഥ പഠിക്കുകയും ചെയ്യണം. നമ്മുടെ ചുമതല എന്താ? കൂട്ടത്തിൽ സീനിയർ മോസ്റ്റ് ആണെന്ന് തോന്നുന്നു. കലാകാരി ഇന്നലെ ക്ലാസ് എടുത്ത അല്ലേ? നമുക്കൊരു ചുമതലയുണ്ട്. നമ്മൾ പഠിക്കാത്തതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ. നമ്മൾ ഈ സാമൂഹ്യ ജീവിയായിരിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചെടുക്കേണ്ടത് സാമൂഹ്യ ശാസ്ത്രമാണ്. ഈ സമൂഹത്തെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന സാമാന്യ തത്വങ്ങളിലേക്ക്, സാമാന്യ ഇടങ്ങളിലേക്ക് കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഒരു ബേസിക് സ്റ്റഡീസ് ആണ്. നമുക്ക് ആ ബേസിക് സ്റ്റഡീസ് ഇല്ല. നമ്മുടെ ബേസിക് സ്റ്റഡീസ് 10ാം ക്ലാസ് വരെ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വന്ന് അത് വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ചില അരുതകൾ ഡിനോട്ട് ചെയ്യുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ പഠിക്കുക ചെയ്യുക. നമുക്കൊരൊറ്റ ചുമതലയുള്ളൂ. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ഇതിലും ഭംഗിയായിട്ട് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വരും മനസ്സിലടുത്ത് ഇതിലും ഭംഗി എന്ന് പറയുന്നത് സോ-കോൾഡ് ഇൻവേർട്ടഡ് കോമേഴ്സിനകത്ത് ആണ്. നമ്മുടെ പെർസ്പെക്റ്റീവാണത്, നമ്മുടെ കാഴ്ചപ്പാടാണ്. നമ്മളിൽ നിന്ന്, നമ്മുടെ സ്വത്വത്തിൽ നിന്ന് വരേണ്ടുന്ന സ്വതന്ത്രമായിട്ടുള്ള സംഭാവനയാണത്. അവിടെയാണ് സ്വത്വബോധവും സ്വാതന്ത്ര്യവും സാമൂഹ്യ സംഭാവനയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. മറ്റൊരാളല്ല, നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലൂടെയാണ്, പരിസരങ്ങളിലൂടെയാണ്, ടെക്നിക്കാലിറ്റികളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഈ ടെക്നിക്കാലിറ്റിയുടെ ടോട്ടാലിറ്റിയാണ് നേരത്തെ പറഞ്ഞ സാമൂഹിക ബോധം എന്ന് പറയുന്നത്. അതിൽ നിന്ന്, ആ റിസോഴ്സിൽ നിന്ന് നമ്മൾ എന്തെല്ലാം എടുക്കുന്നു എന്നുള്ളിടത്താണ് നമ്മളിലെ സ്വത്വബോധം ഇതിലേതിനെയാണ് ആഗിരണം ചെയ്യുന്നത് എന്നുള്ള ഒരു അവസ്ഥ നിൽക്കുന്നത്. പക്ഷെ ഇതിനെല്ലാം ആദ്യം വേണ്ടത് എന്താ? പഠിക്കാനുള്ള, അറിയാനുള്ള നമ്മളുടെ ദാഹത്തെ, ത്വരയെ ഷാർപ്പ് ചെയ്യുക. അത് നമ്മളുടെ ചുറ്റിലും തരുന്ന സിലബസിനകത്ത് പഠിക്കുന്നിടത്ത് നല്ല ജീവിതത്തിന്റെ സാമൂഹ്യ പാഠം പഠിക്കുക. നമ്മളുടെ സോ-കോൾഡ് അക്കാഡമിക് സബ്ജക്റ്റുകൾക്കകത്ത് നല്ല നമ്മളെ അത് കണ്ടെത്തുക. അവിടെയാണ് നിങ്ങളെ പോലെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇത്തരം വർക്ക്ഷോപ്പുകളിലേക്ക് എത്തുക. അത് ഇങ്ങനെ പുതിയത് പുതുക്കി പുതിയ കാഴ്ചപ്പാടുകളിൽ, പുതിയ അവസ്ഥകളിലേക്ക്, പുതിയ സാമൂഹ്യ പാഠങ്ങളിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുക. ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ എൻ്റെ അല്ല, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സാമൂഹിക, മാനുഷിക, ധനശാസ്ത്ര
റിസർച്ച് സ്കോളറുടെ ആണ്. ആരാണത്? കാൾ മാർക്സ്. അതിൻ്റെ അകത്ത് നമുക്ക് തർക്കമില്ല. അതിനകത്ത് നമുക്ക് യാതൊരു തർക്കത്തിന്റെയും ആവശ്യമില്ല. അത് കക്ഷി രാഷ്ട്രീയ ബന്ധാവിലുള്ള ഒരാളല്ല. ആ ഒരിടത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നിടത്താണ് നമ്മൾ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള നമ്മളുടെ ജീവിത വീക്ഷണത്തെ ചെറുതാക്കി കാണിക്കാൻ പറ്റുന്നിടം. പക്ഷെ നമ്മൾ വളർന്ന സാഹചര്യം എന്താ? ബെന്യാമിന്റെ എന്താ പറയാ, മാന്തളൂരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മളെ ഇത് കൊണ്ടെത്തിച്ചത് എങ്ങോട്ടാ? തൊട്ടാല് സ്വർഗത്തിലേക്കുള്ള കവാടത്തിൽ 18 ദിവസം തിളച്ച എണ്ണയിൽ ഒഴിക്കൂ എന്ന് വേദപുസ്തകം നോക്കി വായിച്ചു കേട്ട് പഠിച്ചവരാണ് നമ്മൾ. എന്ത് തൊട്ടാൽ? ദേശാഭിമാനി പത്രം തൊട്ടാൽ. ബെന്യാമിൻ എഴുതിയത് അങ്ങനെയാണ്. ദേശാഭിമാനി പത്രം തൊട്ടാൽ 18 ദിവസത്തേക്ക് സ്വർഗത്തിലേക്കുള്ള കവാടത്തില് തിളച്ച എണ്ണയിൽ ഞാൻ കൈകൊണ്ട് തൊട്ടാൽ മതി, തുറന്നു നോക്കണ്ട. നമ്മൾ വളർന്ന സാഹചര്യം അങ്ങനെയാണ്. കമ്മ്യൂണലിസം നമ്മളിലേക്ക് അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളോടും കൂടി, എല്ലാ എന്താ പറയാ, ആജ്ഞാ ശക്തിയോടും കൂടി, എല്ലാ കരാളതയോടും കൂടി, എല്ലാ വിശ്വാസ പ്രഖ്യാപനങ്ങളുടെ സ്വാധീനത്തോടും കൂടി നമ്മളിലേക്ക്, ഓരോ ജാതിമത വിഭാഗങ്ങളിലേക്ക് ഇറങ്ങി വന്നൊരിടത്ത് നിന്നിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്, ഞാൻ എന്ന് പറയുന്ന ഐഡന്റിറ്റി ഒരു കമ്മ്യൂണലിസ്റ്റിൻ്റെതാണോ സെക്യുലറിസ്റ്റിൻ്റെതാണോ? ഞാനൊരു കമ്മ്യൂണലിസ്റ്റ് ആണോ? ഞാനൊരു സെക്യുലറിസ്റ്റ് ആണോ? കമ്മ്യൂണലിസ്റ്റ് ആണെന്നുള്ള ആൾക്കാരൊന്ന് കൈപൊക്കിക്കേ. ആരുമില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ നിന്ന് വരുന്ന ചില റിഫ്ലക്ഷൻസുകൾ, എക്സ്പ്രഷനുകൾ ഒരു കമ്മ്യൂണലിസ്റ്റിൻ്റെതാണ് എന്നില്ല എന്ന് പരിപൂർണമായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഉണ്ടോ? പിന്നെന്താ ആരും കൈവെക്കാത്തത്? നമ്മളൊരു സെക്യുലറിസ്റ്റ് ആവാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആവാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമാകുക എന്നുള്ളതാണ് നമ്മളുടെ സാമൂഹിക ചുമതല നിർവഹിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് നമ്മൾ എത്തുക. ഇതിലും ഭംഗിയായി ഈ ഭൂമി അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടി ഒരു സെക്യുലർ മനോഭാവം ഈ സമൂഹത്തില് തോന്നിപ്പിക്കാനെങ്കിലും എനിക്ക് കഴിയണം എന്നുള്ളിടത്താണ് നമ്മളുടെ ഈ സബ്ജക്റ്റിന്റെ ആദ്യത്തെ കമ്മ്യൂണലിസം എന്ന് പറയുന്ന വഴിയുടെ. നിങ്ങളിത് ഒരുപക്ഷെ ഈ ടോപ്പിക് ഇട്ടത് ആരാണ് അത് എഴുതിയത് എനിക്കറിയില്ല. എഴുതിയവര് ചിലപ്പോ ആനുകാലിക കക്ഷി രാഷ്ട്രീയ ഇടങ്ങളിലെ വർഗീയവാദങ്ങളുടെ ഒരു രാഷ്ട്രീയ തേരോട്ടവും അതൊക്കെ ഇന്നലെ സുജാത ചേച്ചി കുറെ അധികം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്, അല്ലെ? നയപരിപാടികളും ഭരണവർഗത്തിന്റെ നയപരിപാടികളും ഒക്കെ. പക്ഷെ നമ്മളൊരു വർക്ക്ഷോപ്പിലേക്ക് എത്തുമ്പോൾ, ഞാനൊക്കെ ഇങ്ങനെ ബാലസംഘത്തിന്റെ SFIയുടെ ഒക്കെ നല്ല വർക്ക്ഷോപ്പുകളിൽ കൂടി തന്നെ വളർന്ന ആളാട്ടോ. ഒരുപക്ഷെ ക്ലാസ്സുകളിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ അവിടെ നിന്നൊക്കെ പഠിച്ചത് കൊണ്ടായിരിക്കാം നമുക്കിങ്ങനെ ചിന്തിക്കാനൊക്കെ പറ്റിയത് എന്ന് തന്നെയാണ് ഞാനത് കരുതുന്നത്. നമ്മൾ സ്വയം പരിശോധനയാണ് വേണ്ടത്. നമ്മളെവിടെ നിൽക്കുന്നു? നമ്മൾ നാളെ നമ്മൾ വക്താക്കളായിട്ടാണ് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ വർക്ക്ഷോപ്പ് നടത്തുന്നത്. ശില്പശാലയാണ്, നമ്മളെ ആക്കി തീർക്കാനുള്ള വർക്ക്ഷോപ്പുകളാണ്. നമ്മളിൽ എവിടെ നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ സ്വത്വബോധത്തിൽ ഏത് ഉറക്കത്തിൽ വിളിച്ചാലും ഞാൻ ഇങ്ങനെ എന്ന് പറയാനുള്ള നിലപാടെടുക്കാൻ പറ്റുന്നിടത്തേക്ക് നമ്മൾ എത്രമാത്രം നടന്നു കയറുന്നു, അടുക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഉണ്ടാവുക. അതാണ് തന്നെ നമ്മുടെ മാർസിയൻ പാത. വിമർശനവും സ്വയം വിമർശനവുമാണ്. സ്വയം വിമർശനം ഉണ്ടാവുക, നമ്മൾ സ്വയം നമ്മളെ ഇങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു പക്ഷേ ബോറടിക്കുന്നുണ്ടാവും സെഷൻ. പക്ഷേ നമ്മൾ സ്വയം ചോദിച്ചാൽ മതി. സ്വയം ചോദിക്കുന്ന ചോദ്യം എപ്പോഴും ഒരു പ്രശ്നം. ഞാൻ എപ്പോഴും പറയും, വീട്ടിലൊക്കെ ഞാൻ ഭയങ്കര എന്താ പറയാ, ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് പ്രതികരിക്കുക ഒക്കെ ചെയ്യുന്ന ആളാണ്.
പക്ഷെ ഇപ്പൊ ഒരു ഈ വാർദ്ധക്യത്തിലേക്ക് തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരു സമയം എത്തുമ്പോഴത്തേക്കും സ്വയം നമ്മൾ ചോദിക്കും ഇതിനെന്താ പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് ചോദിക്കാൻ വരുന്ന എല്ലാ ചോദ്യങ്ങളും സ്വയം ചോദിക്കുക. അയാളിൽ നിന്ന് കിട്ടണം എന്ന് പറയുന്ന ഉത്തരങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തുക. സമാധാനം വരും. ഇപ്പൊ എന്റെ മോളോട് ഞാൻ വഴക്കിടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവളോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു അവൾ എപ്പോഴും പറയും അമ്മയുടെ വാക്കിന് മുമ്പിൽ പിന്നെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ഞാൻ മിണ്ടുന്നില്ല എന്ന് പറയും, സറണ്ടർ ആവും. അങ്ങനെ അവള് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ ആ ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചാൽ മതി, അവളുടെ ഉത്തരവും എന്റെ ഉത്തരവും എനിക്ക് കിട്ടും എന്ന് പറയുന്നത്. നമ്മൾ സ്വയം കുറെ ചോദ്യങ്ങൾ ചോദിക്കണം. നമ്മൾ എവിടെയാണ്, എന്തുകൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെ, ഈ സമൂഹം ഇങ്ങനെ ആവുന്നതിന് ഞാനും ഉത്തരവാദിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഞാൻ ഉത്തരവാദി അല്ലെങ്കിൽ നാളെ എന്താവണം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഞാൻ എവിടെ നിൽക്കുന്നു. സത്യസന്ധമായി പറയാൻ കഴിയുക. ആ സത്യസന്ധമായി പറയാൻ നമ്മൾ ശരികളാ പറയാ, നല്ലതാ പറയുക, നല്ലത് വേണമെന്ന് വിചാരിച്ചിട്ടാ പറയുക. ആ നല്ലതെന്ന് പറയുന്നത് നമ്മളുണ്ട് എന്നുള്ള ഒരു 100% ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. അപ്പൊ ഒരു കമ്മ്യൂണലിസ്റ്റിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മളുടെ സാഹചര്യങ്ങൾ, ഇന്ത്യൻ ചരിത്രം എവിടെ പോയി, നമ്മളൊരു ഗ്ലോബൽ ചരിത്രത്തിലേക്ക് പോകേണ്ടുന്ന അനിവാര്യ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്വത്വത്തിന്റെ അന്തരീക്ഷത്തിലല്ല നമ്മളിപ്പോ ജീവിക്കുന്നത്, അതിന്റെ സ്വാധീനത്തിലല്ല ജീവിക്കുന്നത്. രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ഇന്ത്യയായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഇടമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ ഇടയിൽ ഇന്ത്യക്ക് ഒരു ചേരിചേരാ നയത്തിൽ ഒരു നിലപാടെടുക്കാൻ പറ്റുമായിരുന്നു. അതിന് ഇന്ത്യൻ ഭരണാധികാരികൾക്ക് പറ്റിയിട്ടില്ല. ഇന്ത്യൻ ജനതയുടെ മനസാക്ഷി ഒന്നാകെ പാലസ്തീന്റെ യുദ്ധത്തിനെതിരെ പറയുമ്പോഴും അധികാരവർഗത്തിന്, രാഷ്ട്രീയ നിലപാടുകൾക്ക് ഒരിക്കലും ആ ഒപ്പം നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന സ്വത്വബോധത്തിനകത്ത് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ അവസ്ഥയിൽ ഇല്ല എന്നുള്ളിടത്ത് തന്നെയാണ്. അന്ന് ഇന്ത്യ അമേരിക്കയുടെ ഭാഗത്താണോ? ആണോ? ആണോ? അല്ലേ? ഒരാള് ഇവിടെ നിങ്ങൾ പലരും റിയാക്ഷൻ ഇല്ലാത്തവരാ. 1-2 പേരേ ഉള്ളൂ ഒരു റിയാക്ഷൻ ഉള്ളവര്. ഇനി റിയാക്ട് ചെയ്താ എന്റെ ബലമൊക്കെ പോകും, ഞാൻ മോശമെന്ന് വിചാരിച്ചിരിക്കുന്നവരും ഉണ്ട് ഈ കൂടെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബലപ്പെടുത്തത്തിനകത്ത് 1-2 പേര് റിയാക്ട് ചെയ്യാം. വളരെ കൃത്യമായും സ്പോണ്ടേനിയസ് ആയിട്ടും റിയാക്ട് ചെയ്യുന്ന ആള് അമേരിക്കയുടെ പക്ഷത്താണോ എന്ന് ചോദിച്ചപ്പോ അല്ല. അല്ലേ? ഇന്ത്യ ആരുടെ പക്ഷത്ത്? പൊളിറ്റിക്കലി ഇന്ത്യ ആരുടെ പക്ഷത്ത്? അമേരിക്കയുടെ പക്ഷത്താണോ ഓപ്പോസിറ്റ് പക്ഷത്താണോ? ഇതിലെ എക്കണോമിക്സ് ടീച്ചേഴ്സ് ആരൊക്കെ ഉണ്ട്? അമേരിക്കയുടെ പക്ഷത്ത് തന്നെയാണ് നയപരമായി ആണ്. അമേരിക്കയുടെ പക്ഷത്താണോ റഷ്യ? അമേരിക്കയുടെ കൂടെയാണോ റഷ്യ? അല്ല, വ്യക്തമായി ഓപ്പോസിറ്റ്. റഷ്യയുടെ പക്ഷത്താണോ ഇന്ത്യ? ആണ്. അപ്പൊ ഇന്ത്യ ഏത് പക്ഷത്താ? രണ്ടിന്റെയും പക്ഷത്താ. പക്ഷെ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആണോ? അമേരിക്കയുടെ പക്ഷത്തുമാണ് ഇന്ത്യ, റഷ്യയുടെ പക്ഷത്തുമാണ് ഇന്ത്യ. അപ്പൊ അവസരത്തിനനുസരിച്ച് അമേരിക്കയുടെയും ഇന്ത്യയുടെയും പക്ഷത്ത് രാഷ്ട്രീയമായി നിലനിൽക്കാൻ ഇന്ത്യക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇന്ത്യ നിഷ്പക്ഷമാണോ? ഇത് രണ്ടും നിഷ്പക്ഷ നിലപാടാണോ? പെട്രോൾ വേണ്ടെന്ന് പറയാൻ പറ്റില്ല. കറക്റ്റ് ആയിട്ട് ഞാൻ ഉദ്ദേശിച്ച ഇടത്തേക്ക് പോകുന്നുണ്ട്. എന്റെ പെട്രോളിന്റെ റെഫറൻസ് ഇവിടെ എങ്ങനെയാ വന്നേ? റഷ്യ. എന്താ സംഭവിച്ചേ? വില കുറഞ്ഞ റേറ്റ് തരാന്ന് പറഞ്ഞു, കുറഞ്ഞ റേറ്റ് തരാന്ന് പറഞ്ഞു, കുറഞ്ഞ റേറ്റിൽ നമ്മൾ എടുക്കുന്നു. പിന്നെ ബാക്കി കുറഞ്ഞ റേറ്റിൽ എടുത്തിട്ട് ഏത് വലിയ കമ്പനികൾക്ക്? കോർപ്പറേറ്റുകൾക്ക്. വേണോ? എനിവേ അത് വലിയ കമ്പനികൾക്ക് കൊടുത്തു, കുത്തകൾക്ക് കൊടുത്തു, കോർപ്പറേറ്റുകൾക്ക് കൊടുത്തു. എന്നിട്ട് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നു?
എങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നു? ഞാൻ ബൈ വേ അല്ല ചോദിച്ചത്, കുറഞ്ഞ വിലക്ക് എന്നാണ് നിങ്ങൾ അവിടെ പറഞ്ഞത്. ആദ്യം എന്നോട് പറഞ്ഞ കുറഞ്ഞ വിലക്ക് എടുക്കുന്നു. മേടിച്ചത് കുറഞ്ഞ വിലക്ക്, കൊടുക്കുന്നതോ വിൽക്കുന്നു. ഇന്ത്യയിൽ ആർക്ക് ഗുണം? ഇതിന്റെ ഇടയിൽ ഇന്ത്യ മിസ്സാവുന്ന അവസ്ഥ എന്ത്? കൊച്ചിയിലുണ്ട് ഒരു സ്ഥാപനം. കൊച്ചിയിൽ ഏതാ സ്ഥാപനം? BPCL. BPCL എന്ത് സംഭവിച്ചു? ഈ കോൺട്രാക്ട് ഈ രീതിയിൽ റഷ്യയിലെ യുദ്ധമുണ്ടാവുന്നതിന്, ക്രൂഡ് ഓയിൽ നമ്മൾ എടുക്കുന്നതിന്, ഇവിടെ ശുദ്ധീകരിക്കുന്നതിനും മുമ്പേ കൊച്ചിയിൽ എന്ത് സംഭവിച്ചു? BPCL എന്ത് സംഭവിച്ചു? എണ്ണക്കമ്പൽ. BPCL എന്ത് സംഭവിച്ചു? ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? BPCL പ്രൈവറ്റൈസ് ചെയ്യണം എന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ നിലപാട്. എത്ര വർഷമായി അവിടെ ആൾക്കാർ സമരം തുടങ്ങിയിട്ട്? ആർക്ക് ഗുണം? കേരളത്തിൽ ഇത് അവസ്ഥയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലോ ഈ ശുദ്ധീകരണത്തിലും കയറ്റി അയക്കുന്നതിലും ആർക്ക് ഗുണം? കോർപ്പറേറ്റിന് ഗുണം. കോർപ്പറേറ്റിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെ ഫിനാൻഷ്യലി വരുന്ന അപ്ലിഫ്റ്റ് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ വളർത്തുന്നോ തളർത്തുന്നോ? തളർത്തുന്നു. റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം. ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ കുത്തകളിലേക്ക് മാത്രം ഏകീകരിക്കപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും കോർപ്പറേറ്റുകൾ അല്ലാതിരിക്കുന്ന എല്ലാ അവസ്ഥയിൽ ജീവിക്കുന്ന, ഫിനാൻഷ്യൽ സ്റ്റേറ്റസിൽ ജീവിക്കുന്ന ബാക്കിയുള്ള മനുഷ്യരെല്ലാവരും ലൈഫിനെ സപ്രസ് ചെയ്യേണ്ട അവസ്ഥ. നിങ്ങൾ സപ്രസ് ചെയ്യുന്നില്ലേ? സോഷ്യലി ഇത്ര പ്രൗഡായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ്, അധ്യാപകര്, ഈ പ്രിവിലേജുകൾ എല്ലാം ഉണ്ടായിട്ടും ഫിനാൻഷ്യലി നിങ്ങൾ സപ്രസ് ചെയ്തിട്ടുണ്ട്. പ്ലാൻഡായി ജീവിക്കാൻ പറ്റുന്നില്ല, ഒരു ഉറപ്പില്ല, സെക്യൂരിറ്റി ഇല്ല. ലൈഫിന്റെ ഏത് അവസ്ഥയിലും നമുക്ക് അനുഭവപ്പെടുന്ന ഇൻസെക്യൂരിറ്റി. എന്തുകൊണ്ടാണ്? കൂടുതൽ വിശദീകരണം ആവശ്യം വരില്ല, നിങ്ങൾ ഈ പറഞ്ഞ ഒരു അവസ്ഥയുള്ളതുണ്ട്. അപ്പൊ ഇത് പരസ്പരം എന്താണ്? കണക്റ്റഡ് ആണ്, കമ്പൈൻഡ് ആണ്. കണക്റ്റഡ് ആണെന്നല്ല, കമ്പൈൻഡ് ആണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനം പൊളിറ്റിക്കൽ അല്ല, മറിച്ച് കമ്മ്യൂണലും നെക്സ്റ്റ് കോർപ്പറേറ്റുകളുടെയും അധീനതയിലുള്ള ഒരു ഹിന്ദുത്വ കോർപ്പറേറ്റ് കമ്പൈൻഡ് സംവിധാനത്തിൽ നയരൂപീകരണ അവസ്ഥയിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെതിരെ എന്താണ് പരിപാടി? ഇതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇതിനെതിരെ എന്താണ് പരിപാടി? ഇതിനെതിരെയുള്ള പരിപാടി എന്ന് പറയുന്നത് സാമൂഹിക അവബോധ നിർമ്മാണം ആണ് പരിപാടി. അല്ലാതെ ഇപ്പൊ ആലോചിച്ച് നോക്കൂ, 2029 കോടിയുടെ അഴിമതി അദാനിയും മോദിയും കൂടി അവിടെ നടത്തി, അമേരിക്കയിൽ നടത്തി. മോദിക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, മോദിക്ക് രക്ഷപ്പെടാൻ 2 ഓപ്ഷനേ ഉള്ളൂ. മോദിയുടെ ഓപ്ഷൻ എന്തിനല്ലേ നമ്മൾ ആലോചിക്കുന്നത്? മോദിക്ക് ആ അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടാൻ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് പറ. 2 ഓപ്ഷൻ ഞാൻ പറഞ്ഞത്. ഭരണത്തിൽ ഇരിക്കുക. 2 ഓപ്ഷൻ. ഈ ഭരണത്തിൽ ഇരിക്കുക എന്ന് പറയുന്ന ഓപ്ഷൻ ആരുടെ പെർസ്പെക്റ്റീവാ? ആർക്ക് വേണ്ടിയാ? തെറ്റി. അവിടാണ് തെറ്റ്. ഇവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടിന്റെ തെറ്റ് വരിക. ഭരണത്തിൽ ഇരിക്കുക, മോദി അല്ലെങ്കിൽ വേറൊരാൾ അവിടെ ഭരിക്കാതിരിക്കാം. ഈ ഹിന്ദുത്വ കോർപ്പറേറ്റ് കമ്പൈൻഡ് അവസ്ഥയിൽ ആർക്ക് വേണമെങ്കിലും അവിടെ ഭരിക്കാതിരിക്കാം. അത് കോർപ്പറേറ്റുകളെയും ബാധിക്കില്ല, അമേരിക്കയും ബാധിക്കില്ല, ആരെയും ബാധിക്കില്ല. ഈ സിസ്റ്റം ഇവിടെ ഉണ്ടായാൽ മതി. മോദിക്ക് 2 ഓപ്ഷനുള്ളൂ സ്വയം രക്ഷപ്പെടാൻ. ഒന്നെങ്കിൽ അദാനിയെ തള്ളി പറയാം, അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് പോകാം.
ഇത് രണ്ടും നമ്മളെ ഇല്ലാണ്ടാക്കും. ഇപ്പം അദാനിയെ, കോർപ്പറേറ്റുകളെ തള്ളി പറയുക, കോർപ്പറേറ്റുകൾക്ക് കൊടുത്തോണ്ടിരിക്കുന്ന അവസ്ഥ, സാഹചര്യ, സൗകര്യങ്ങളെ ഒറ്റ ദിവസം കൊണ്ട് നിർത്തലാക്കുക ഇന്ത്യയിൽ ഇപ്പൊ പ്രായോഗികമാണോ? നമുക്ക് ശമ്പളം കിട്ടുമോ? നമ്മുടെ പല വ്യഞ്ജന വ്യവഹാര കടകളിൽ സാധനങ്ങൾ കിട്ടുമോ? തുണി കിട്ടുമോ? ആശുപത്രികളിൽ അതൊരു സേവനം നടക്കുമോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുടങ്ങാതെ പ്രവർത്തിക്കുമോ? പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ ഞാനിങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഇല്ല എന്ന് പറയണ്ട, ആലോചിക്കണം. ഇത് കഴിഞ്ഞിട്ട് ആലോചിക്കണം, ഇപ്പൊ ആലോചിക്കണ്ട. എന്ത് സംഭവിക്കും എന്നുള്ളത് ആലോചിക്കും. നമ്മുടെ രാജ്യത്തിന്റെ സ്വത്തിന്റെ ക്രയവിക്രയം നടക്കുന്ന ഭൂരിഭാഗം ഇടങ്ങളും കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഖജനാവിന്റെ വരവ് നിൽക്കും. പെൻഷനും ശമ്പളവും അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്കുമുള്ള ഫണ്ട് ഇല്ലാതാവും. അതുകൊണ്ട് നമ്മൾ പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴേക്ക് വരുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഒരു രാജാവ് മറങ്ങി മറ്റു രാജാവ് ഭരിക്കുകയും എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എക്കണോമി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ. ഇത് നിരന്തരമായ തുടർച്ചയായ അവബോധ നിർമ്മാണ പ്രക്രിയയിലൂടെ സാമൂഹ്യ അവബോധം മാറ്റി 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 കൊണ്ടുവന്നിട്ട് ഈ സിസ്റ്റത്തെയാണ് നമ്മൾ മാറ്റേണ്ടത്, ഈ വ്യവസ്ഥിതിയാണ് നമ്മൾ മാറ്റേണ്ടത്. ഏത് വ്യവസ്ഥിതിയെ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ളിടത്താണ് ചോദ്യം നിൽക്കുന്നത്. നമ്മുടെ സമയത്തിന്റെ പകുതി സമയം കഴിഞ്ഞില്ലേ അല്ലേ? അപ്പൊ കമ്മ്യൂണലിസ്റ്റ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു അവസ്ഥ, വർഗീയവാദി എന്ന് പറയുന്ന നമ്മളുടെ ഒരു അവസ്ഥ, അമ്പലത്തിൽ പോവാതെ ഇരുന്നത് കൊണ്ടോ ആചാരവിശ്വാസങ്ങൾ അനുവർത്തിക്കാതിരുന്നത് കൊണ്ടോ അതിനെതിരെ ഉള്ള ഉച്ചാടനങ്ങൾ നടത്തിയത് കൊണ്ടോ മാത്രം മാറുന്നതല്ലാത്തത്ര കോംപ്ലെക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ അവസ്ഥയായിട്ട് ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളിടത്താണ്. അവളുടെ സബ്ജക്റ്റിന്റെ അവസാന ഭാഗം ഇൻഫിൽട്രേഷൻ. എന്താണത്? നുഴഞ്ഞ കയറ്റം. എവിടാണ് സംഭവിച്ചത്? ഈ നുഴഞ്ഞ കയറ്റം കോർപ്പറേറ്റുകൾ സാധ്യമാക്കിയത് നമ്മളുടെ ഈ വർഗീയമായ വിശ്വാസങ്ങളെ കൂടി, ജാതീയമായ കാഴ്ചപ്പാടുകളെ കൂടി വിശ്വാസങ്ങളിലൂടെ, ഈശ്വരനിലൂടെ ആണെന്നുള്ളിടത്തേക്കാണ് ഇത് ഇത്രയധികം കോംപ്ലക്സ് ആണ്. അതൊരു ഫാക്റ്റായി മാറിക്കഴിഞ്ഞിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് പോവേണ്ട, കാരണം നിങ്ങളെ പോലുള്ള ഒരു ക്രൗഡിന് അത് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനത് ഡയറക്റ്റ് അങ്ങ് പോകുന്നത്. എന്താണ് പരിഹാരം എന്നുള്ളതാണ് നിങ്ങൾ ഈ മിഡിൽ കൾച്ചർ, സംസ്കാരം, സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് അതിന്റെ പരിഹാരം. ഇവിടെ ഉള്ളൊരു പ്രശ്നം, എന്താണ് സാംസ്കാരിക പ്രവർത്തനം? ഇന്നലെ നമ്മൾ നാടകം കണ്ടു. ഇതിൽ എഴുതുന്നവർ കുറേ അധികം ആൾക്കാരുണ്ട്. സാഹിത്യ അഭിരുചിയുള്ളവർ, പാട്ട് പാടുന്നവർ, നൃത്തം ചെയ്യുന്നവർ, മാധ്യമ പ്രവർത്തകർ, അങ്ങനെ സാംസ്കാരിക മാധ്യമങ്ങളുമായി ഡയറക്റ്റ് ഇടപെടുന്നവരുണ്ട്. ഇതാണോ സാംസ്കാരിക പ്രവർത്തനം? ആണെന്ന് അഭിപ്രായമുള്ളവരൊന്ന് കൈവയ്ക്കുക. ഉറക്കം വന്നടിഞ്ഞ ചായ കുടിക്കാറായ? ഇതല്ല സാംസ്കാരിക പ്രവർത്തനം എന്നൊക്കെ ഉള്ളവരൊന്ന് കൈവയ്ക്കുക. അതും ഇല്ല. ഞാൻ നിർത്തി. എന്താ സംസ്കാരം? നമ്മൾ സ്വാതന്ത്ര്യം ചോദിച്ച പോലെ എന്താണ് സംസ്കാരം? തോന്നുന്ന പറയുന്നേ സം ടോട്ടൽ ആണ്. നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ കുറ്റം പറയട്ടെ, നിങ്ങളുടെ കുറ്റം പറയട്ടെ, പറയട്ടെ? ദേഷ്യം വരുമോ? എന്നോട് ദേഷ്യം വരുമോ? എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ വിളിച്ചത്. ആ ഇഷ്ടം കുറഞ്ഞു പോവോ?
വെറുതെ അല്ല, മുടിയില്ലാണ്ടായ. സുന്ദരനാണ് പക്ഷെ, അല്ലേ? സുന്ദരനാണ്. ഈ കൂട്ടത്തിൽ നല്ല മുഖശ്രീ ഉള്ള ആളാണ്. പേരെന്താ? എവിടുന്നാ? വയലാറിന്റെ നാടാണ്. അപ്പൊ എന്താ സംസ്കാരം പറ? അത് സാംസ്കാരികമായ ഒരു തികവ് വരാത്തടത്താണ് മാറുന്നത്. തികവ് വരുന്നിടം വരെ മാറിക്കൊണ്ടിരിക്കും. ശരി, മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ സംസ്കാരമുള്ള ആളാവും, ചിലപ്പോൾ സംസ്കാരം ഇല്ലാത്ത ആളാവും. അങ്ങനെയും കൂടി ഇരിക്കാനുള്ളതാണ് സ്വാതന്ത്ര്യം എന്നാണ് മാർക്സ് പറഞ്ഞത്. പക്ഷെ സംസ്കാരം എന്താ? അല്ല അല്ല, എനിക്ക് നമ്മള് ഇപ്പൊ ഒരു എന്താ പറയുക, ആർഗ്യുമെന്റിന് പോകണ്ട. സംസ്കാരം എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ പറ. പലരും പല ഡെഫിനിഷനുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡെഫിനിഷൻ നിങ്ങൾ പറ. ഞാൻ കുറ്റം പറയാമെന്ന് വന്നു മറ്റൊന്നല്ല. നമ്മള് സ്കൂളിൽ LKG പോയിരുന്നപ്പോ റൈംസ് പഠിച്ചു. 1ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോ തറ പറ പനാന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് ഓരോ ഓരോ സമയത്ത് സിലബസ് പഠിച്ചു, അസൈൻമെന്റ് ചെയ്തു, ബാക്കിയുള്ളത് ചെയ്തു. ഇപ്പോഴും ടീച്ചേഴ്സ് ആയിരിക്കുമ്പോഴും ക്ലറിക്കൽ ജോലികളുടെ ബാഹുല്യം കൊണ്ട് നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഇടത്ത് നിങ്ങൾ ഒരുപാട് ശോഷണം സംഭവിച്ചിരിക്കുന്നു. എക്സ്ട്രാ റീഡിങ്ങുകളും പൊതു വായനകളും പൊതു അറിവുകളുടെ ശേഖരങ്ങളിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് കുറ്റം പറയാൻ വന്നത്, അല്ലേ? ആണ്, റിയലൈസ് ചെയ്യുന്നത്. പക്ഷെ സമയം കണ്ടെത്ത്. ഞാനൊരു സൂത്രം പറയാം, ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. അടുക്കളയിൽ ഒരു പുസ്തകം വെക്കുക, കിടക്കുന്ന ബെഡിൽ ഒരു ബുക്ക് കമ്പൽസറി കിടക്കുക. ഒറ്റ തീരുമാനം എടുക്കുക. മൊബൈൽ ഫോണിന്റെ ചാർജ് പോകുമ്പോഴല്ല ഞാൻ ഉറങ്ങാൻ പോകുന്നത്, ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് വായിച്ചിട്ടാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത്. ഒറ്റ തീരുമാനം. ന്യൂ ഇയർ അല്ലേ വരുന്നത്? ജാനുവരി 1-ാം തീയതി ന്യൂ ഇയർ റെസൊല്യൂഷൻ പണ്ടൊക്കെ എടുത്തിട്ടില്ലേ? ഞാൻ ഇന്ന് പോലെ മറ്റവനെ പ്രേമിക്കില്ല, ഇവനെ മാത്രമേ പ്രേമിക്കുള്ളൂ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ അങ്ങ് തീരുമാനിക്കുക. മൊബൈൽ ഫോണിനുള്ള പ്രണയത്തിൽ ഞാൻ ഇത്തിരി ഒന്ന് ബ്രേക്കപ്പ് ചെയ്തിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് ഞാൻ വായിക്കും. എനിക്ക് വായന പോയതായിരുന്നു കേട്ടോ. ജീവിതം പ്രാരാബ്ധവും കണ്ണീരും കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ ആകുമ്പോൾ നമുക്ക് വായിക്കാനൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ എന്റെ വായനയും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര തീവ്രമായ വലിയ വായന. ഞാൻ ഏറ്റവും നന്നായി വായിച്ചിട്ടുള്ളത്, എന്റെ വായനയുടെ അടിത്തറ പാകിയത് എന്റെ കോളേജ് വിദ്യാഭ്യാസ സമയത്താണ്. സഭയുടെ പ്രവർത്തനം, യൂണിയൻ പ്രവർത്തനം, അതിന്റെ എല്ലായിടയിലും അറിയാലോ. സഭയുടെ ഇതിന് വായിക്കണം, അന്നത്തെ രീതി അങ്ങനെയാണ്. അങ്ങനെയാണ് വായിച്ചിട്ടുള്ളത്. അന്ന് ആനുകാലികങ്ങള്, ആദ്യമേ കലാകൗമുദി. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, സതീഷ് ബാബു പയ്യന്നൂരിന്റെ PC-യുടെ ചെരിഞ്ഞ ഗോപുരമൊക്കെ പ്രീ ഡിഗ്രി കാലത്ത് ഞാൻ വായിച്ചതാണ്. അങ്ങനെ 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 അങ്ങ് വായിച്ച് കുറെ പീരിയോഡിക്കൽസ് എല്ലാം വായിക്കും. പിന്നെ കല്യാണമൊക്കെ കഴിച്ച് ആകെ അലമ്പായി. ഈ അലമ്പായ ജീവിതം ഇങ്ങനെ കൈവിട്ട് പോയി. ഒരു പെൺകുട്ടിയും അതിനെ വളർത്തലും ബാക്കി കാര്യങ്ങളും സിനിമ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയെല്ലാമായി കുറെ പ്രശ്നങ്ങളിൽ വന്നപ്പോൾ ഞാൻ വായിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളത് പോലും ഞാൻ മറന്നു. പിന്നെ എന്റെ വായനയിലേക്ക് തിരിച്ചിട്ട ഒരു അനിവാര്യതയുണ്ട്. ഏഷ്യാനെറ്റ് ഞാൻ അവതരിപ്പിച്ച അകത്തളം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒരു കമ്പൽസറി റീഡിങ്ങിലേക്ക് കൊണ്ടുപോയ സാധനം. വായിക്കുമ്പോൾ കണ്ണിങ്ങനെ അക്ഷരങ്ങളിലൂടെ എന്റെ കണ്ണ് പോകും, മനസ്സ് പോവില്ല. മനസ്സ് പോയാലേ ബുദ്ധി പോവുള്ളൂ. ആ അവസ്ഥയിൽ ചിലപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഔട്ട് ഓഫ് ഫോക്കസ് അക്ഷരങ്ങളിലൂടെയൊക്കെ ഞാൻ ഒരുപാട് വായിക്കാൻ ശ്രമിച്ചു, നടന്നിട്ടില്ല. പക്ഷേ ഞാൻ തീരുമാനിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ 2 പേജ് വായിക്കും ഏതെങ്കിലും. പിന്നെ ഈ അകത്തളത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് രാവിലെ 7 മണിക്ക് ചെന്നൈ മെയില് തൃപ്പൂണിത്തുറയിൽ കയറിയാൽ 12 മണിക്ക് തിരുവനന്തപുരത്ത് എത്തുന്നിടം വരെ ഈ സബ്ജക്ട് പ്രിപ്പയർ ചെയ്തേ പറ്റൂ, വേറെ ഒന്നുമില്ല എന്ന് പറയുന്നിടത്ത് വായിച്ചു. തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് ഞാൻ ടോട്ടൽ ബ്ലാങ്ക് ഔട്ട് ആയിരിക്കും. ഇന്ന് എന്താ വിഷയം സംസാരിക്കാൻ പോകുന്നതെന്നുള്ളത് പോലും പോകുമായിരിക്കും. അത്ര കലുഷിതമായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് പിന്നെ ബിഗ് സീറോ റീഡിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാതെ നോക്കി ഇപ്പോ വളരെ സീരിയസ് ആയിട്ടുള്ള
അക്ഷരങ്ങളിൽ ഞാൻ പോകുമ്പോ എനിക്ക് ഫോക്കസ് കിട്ടിയാലും കിട്ടിയില്ലേലും പിടിച്ചിട്ട് 10 പ്രാവശ്യം ഒരേ ലൈൻ വായിച്ചിട്ട് അതിന്റെ അകത്തൂടെ പോയിട്ട് റഷ്യയും അമേരിക്കയും ഈ സെന്റൻസിൽ എവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുന്ന ഒബ്സർവേഷനുള്ള റീഡിങ്ങിലേക്ക് വരാൻ ഈ 50 വയസ്സിൽ ഇത്രയും അകന്ന് നിൽക്കുന്ന എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനേക്കാൾ ഭംഗിയേ പറ്റൂ. വായിച്ചേ പറ്റൂ, പഠിച്ചേ പറ്റൂ, അറിഞ്ഞേ പറ്റൂ. ആ അറിവിന്റെ ഇടത്തു നിന്നാണ് നമ്മൾ നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ കമ്മ്യൂണലിസ്റ്റ് ആണോ സെക്യുലറിസ്റ്റ് ആണോ, നമ്മൾ എന്ത് കുന്തമാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആ ഒരിടത്ത് നിന്നായിരിക്കണം. അല്ലാതെ ശൂന്യതയിൽ നിന്നിട്ട് ഞാൻ സംഭവമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന പരിപാടിക്ക് ആദ്യം തലയടിച്ച് താഴെയിട്ടാൽ ജീവിതത്തിന്റെ അർത്ഥവും അർത്ഥശൂന്യതയും എല്ലാം നമുക്ക് മനസ്സിലാവും. മോഹങ്ങളും മോഹഭംഗങ്ങളും തിരിച്ചറിയാൻ പറ്റും. സന്തോഷവും നിരാശയും സായുജ്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഞാനാണ് എൻ്റെ ലോകത്തിന്റെ അടുത്ത ഏറ്റവും നല്ല നന്മയിലെ ഏറ്റവും വലിയ പോരാളി, ഏറ്റവും നല്ല പടയാളി, ഏറ്റവും വലിയ വ്യക്തി, ഏറ്റവും തികഞ്ഞ വ്യക്തിത്വമുള്ള സ്വത്വബോധമുള്ള ആള് ഞാനാണ് എന്ന് പറയുന്ന ഒരു നട്ടലിന്റെ ഉറപ്പ് നമുക്ക് കിട്ടും. എല്ലാവർക്കും വേണം അത്. അതുണ്ടായേ പറ്റൂ. അത് ഉണ്ടാക്കിയിട്ടേ നമ്മൾ ഉടൻ കമറ്റി വെച്ച് എന്തിനാ നമ്മൾ ഈ ശില്പശാലകൾ, എന്തിനാ നമ്മൾ ഈ വർക്ക്ഷോപ്പുകൾ, എന്തിനാ നമ്മൾ ഈ ചിന്തകൾ. നമ്മൾ എല്ലാവരെയും ചിന്തിക്കുന്നുണ്ട്. നമ്മൾ പണ്ട് സിനിമയൊക്കെ കണ്ടിട്ടൊരു ഇത് പറയും, ഞാൻ മുഖ്യമന്ത്രിയായാൽ താനും തേനും ഒഴുക്കും എന്നുള്ളതൊരു ഫ്രേസ് ആണെങ്കിൽ, ഞാനിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും അല്ലേ, അങ്ങനെ പറയാറില്ലായിരുന്നോ? പ്രസംഗത്തിന് സബ്ജക്ട് പോലും തരും. പക്ഷെ അങ്ങനെ പോലും ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ കോംപ്ലക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കളങ്ങളിൽ ചുരുങ്ങി ശബ്ദമില്ലാതെ, മുഖമില്ലാതെ, പ്രജ്ഞയില്ലാതെ, പ്രതിഭയില്ലാതെ, സ്വത്വമില്ലാതെ, മൂല്യബോധമില്ലാതെ ഇങ്ങനെ ആയ ഒരവസ്ഥയിൽ ജീവിക്കുന്നത് നമുക്ക് ഓരോ കളങ്ങളും കുരുക്കഴിച്ചെടുക്കാൻ ആദ്യാക്ഷരം എഴുതലുള്ള അറിവിന്റെ വഴി മാത്രമേ ഉള്ളൂ. നിഷ്പക്ഷമായിട്ട് ഒപ്പം ശബ്ദമുയർത്തി പോകുക. കാരണം വലിയ സമരമുഖത്താണ് കിട്ടുന്നത് ഓരോന്നോ, പറയുന്നത് ഓരോന്നോ വളരെ വ്യക്തമായി ശക്തമായി ആരെന്തെതിർത്താലും എന്റെ നിലപാട് ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരിടത്ത് നമുക്ക് സംസാരിക്കാൻ കഴിയണം. അപ്പൊ സംസ്കാരം മനസ്സിന്റെയും ആത്മാവിന്റെയും വിശാലതയാണ് സംസ്കാരം. ബുദ്ധിയില്ല, പ്രതിഭയില്ല, സമ്പത്തില്ല, ഒരു ട്രഷറില്ല, പക്ഷേ മനസ്സിന്റെയും ആത്മാവിന്റെയും വിശാലതയാണ് സംസ്കാരം. ആരാ പറഞ്ഞേ? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്? ഒരാൾ പറഞ്ഞതാ. ആരാ പറഞ്ഞേ? ചുമ്മാ ഒന്ന് ഗസ് ചെയ്യേ, അല്ലാതെ ഗാംബ്ലിംഗ്. ചുമ്മാ ഒന്ന് കറക്കി കുത്തി പറഞ്ഞു നോക്കിയേ. ഇതൊക്കെ പറയാൻ ആരായിരിക്കും? ഇന്ത്യക്കാരനെ പറയുള്ളൂ. പറ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പറ. വിവേകാനന്ദൻ ആദ്യം വന്നു, ശങ്കരാചാര്യര് വന്നു, ടാഗോർ വന്നു. ആധുനിക സാമൂഹിക അവസ്ഥയിൽ പോരാളികളാക നിൽക്കുന്ന നമ്മളുടെ ചിന്തകളിൽ ആധുനിക സാമൂഹ്യ രാഷ്ട്രീയ ഇടങ്ങളിലെ ഒരു വ്യക്തി പോലും ഇല്ലാതാവുന്നത് എന്തുകൊണ്ട്? ഇതാണ് കമ്മ്യൂണലിസ്റ്റിലേക്കുള്ള നമ്മളുടെ ആദ്യത്തെ വഴി. ഇപ്പൊ പറഞ്ഞ ഉത്തരങ്ങളിലൊന്നും സ്വതന്ത്ര ഭാരതത്തിന്റെ ഒരു മുഖമല്ല. സ്വതന്ത്ര ഭാരത ശില്പികളിൽ അത് പറയുമ്പോ അംബേദ്കർ മാത്രമേ ഉള്ളൂ, ഒരാളല്ലല്ലോ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഇത്രയും പറഞ്ഞത്. എന്ത് പറഞ്ഞത്? മനസ്സിന്റെയും ആത്മാവിന്റെയും വിശാലതയാണ് സംസ്കാരം എന്ന് പറഞ്ഞത്. മനസ്സിനെയും ആത്മാവിനെയും വിശാലമാക്കാൻ പറ്റുന്ന ഏതൊരു ഉപാധികളും മാർഗങ്ങളുമാണ് സാംസ്കാരിക പ്രവർത്തനം. മനസ്സിനെയും ആത്മാവിനെയും വിശാലമാക്കാൻ മറ്റൊരാളെ പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മളുടെ ഒരു ചെറു അനക്കമാണ് സാംസ്കാരിക പ്രവർത്തനം. എത്ര
അളവിൽ ഏത് തൂക്കത്തിൽ സാംസ്കാരിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സാംസ്കാരിക പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരവേ ഉള്ളൂ, വടമായി. മനസ്സിനെ ആത്മാവിനെയും വിശാലമാക്കാൻ എനിക്കും മനസ്സിനെ ആത്മാവിനെയും വിശാലമാക്കി കൊടുക്കാൻ എനിക്കും ഏറ്റവും സ്വതന്ത്രമായി, ഏറ്റവും സംഭാവനാത്മകമായി ഇടപെടാൻ പറ്റുന്ന ഒരിടത്ത് വടമായി. ഏറ്റവും എളുപ്പമാണ്. ഞാൻ ആരാണ്? എനിക്ക് പാടാൻ പറ്റുമോ? എനിക്ക് ആടാൻ പറ്റുമോ? എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് തലോടാൻ പറ്റുമോ? എനിക്ക് ചികിത്സിക്കാൻ പറ്റുമോ? എനിക്ക് അടിച്ചു വരാൻ പറ്റുമോ? എനിക്ക് ഇവിടെ വൃത്തിയാക്കാൻ ഒരു ഹരിതകർമ്മ സേനയിൽ ഒരാളാവാൻ പറ്റുമോ? എനിക്ക് എൻ്റെ പണസമ്പാദനം, എനിക്ക് എൻ്റെ ജീവിതം, എൻ്റെ സന്തോഷം, എൻ്റെ ഇഷ്ടം, എൻ്റെ എസ്തെറ്റിക് സെൻസ്, എൻ്റെ സാരി, എൻ്റെ ബ്ലൗസ്, എൻ്റെ ചെരുപ്പ്, എൻ്റെ പൊട്ട്, എൻ്റെ കണ്ണട, എൻ്റെ ജോലി, എൻ്റെ ഇതൊക്കെ സാംസ്കാരിക പ്രവർത്തനങ്ങളുമാക്കാം. ഇതൊക്കെ സാംസ്കാരിക ഇടങ്ങളാക്കാം. ചെറിയൊരു കരുതൽ ഉണ്ടായാൽ. നിങ്ങൾ ടെക്നിക്കലി ട്രെയിൻഡ് ആണ് അതിന്. ആ ടെക്നിക്കലി ട്രെയിൻഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വതന്ത്രമായ സ്വത്വബോധത്തിൽ നിന്ന് വന്നിരുന്ന ഒരു കൊച്ചു സംഭാവന എടുത്തു വെച്ചാൽ അത് ഭയങ്കര സൗന്ദര്യാത്മകമാകും, ഭയങ്കര സുന്ദരമായ സാംസ്കാരിക പ്രവർത്തനമാകും. ഒപ്പം നമ്മളിലുള്ള പ്രതികരണത്തിന്റെ റിഫ്ലെക്സ് ആക്ഷന്റെ ശേഷിയെ തകർക്കരുത്. എല്ലാവരിലും ഉണ്ട് ഒരു റിഫ്ലെക്സ് ആക്ഷൻ, അല്ലെ? പിച്ചിയ കൈ അനക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഞാൻ പിച്ചി തരാം. ഉണ്ടോ? ആയിട്ടൊന്ന് പിച്ചിയ കൈ വലിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് ഇവിടെ. 4 മുഖത്ത് നോക്കി ചോദിച്ചാലും അത് വേണ്ട. പ്രതികരിക്കുക എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല. പ്രതികരിക്കുക, പോസിറ്റീവായും നെഗറ്റീവായും എല്ലാം പ്രതികരിക്കുക. മനുഷ്യന്റെ സമസ്ത ഭാവങ്ങളിൽ നമ്മൾ പ്രതികരിക്കുക. പ്രതികരണമാണ് സാംസ്കാരിക പ്രവർത്തനം. നമ്മളുടെ ഐഡന്റിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്തു. നമ്മൾ ആരാന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തി. നമ്മളുടെ നിലപാട് എന്താണെന്ന് നമ്മളുടെ സ്വത്വബോധത്തെ, മൂല്യാവബോധത്തോടുകൂടി എന്റെ വ്യക്തിത്വത്തെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ പിൻ പോയിന്റിലുമുള്ള പ്രതികരണം, ഒരു കുത്തും കോമയും സാംസ്കാരിക പ്രവർത്തനമാണ്. അവിടെ നുഴഞ്ഞുകയറ്റങ്ങളെ നമുക്ക് നന്നായി മനസ്സിലാവും. നുഴഞ്ഞുകയറ്റങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രായോഗികമായിട്ട് വരുന്നത്, പ്രായോഗികമോ? എന്താ വിദ്യാഭ്യാസം? ഇത്രയും സമയം അധ്യാപകരല്ല, എന്താ വിദ്യാഭ്യാസം? യെസ്, എത്ര കൃത്യ. എന്താ വിദ്യാഭ്യാസം? കൊട്ടേഷനിൽ പറഞ്ഞാൽ മതി. എന്താണ് അറിവ്? ശരി, വിദ്യാഭ്യാസം, വിദ്യയുടെ അഭ്യാസം, അറിവ്. എന്താണ് അറിവ്? എന്താ ബെസ്റ്റ്? knowing out the best. എല്ലാമാണ്. വേദത്തെ അധ്യയനിച്ച് നമ്മൾ വിദ്യയെ പറഞ്ഞ വിദ്യയുടെ അഭ്യാസനമാണ് നമ്മളത് വാക്കിനെ നിർവചിച്ച, അതാണ് വിദ്യാഭ്യാസം. വിദ്യ എന്താണ്? ഒരു വേദകാലഘട്ടത്തിന്റെ സമ്പൂർണമായ അറിവാണ് വിദ്യ. വേദം എങ്ങനെയാണ് ഓരോന്നിനെയും കാണുന്നത്? അടിസ്ഥാനപരമായി ലോകത്ത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51AH അല്ലെ, എന്താ പറയുന്നത്? ചുമതലയാ പറയുന്നത്. എന്താ? ശാസ്ത്ര അവബോധം വളർത്തുക എന്നുള്ളത് ഇന്ത്യൻ പൗരന്റെ ചുമതലയാണ്.
സയന്റിഫിക് ടെമ്പർ, ശാസ്ത്ര അവബോധം. എന്തിലും ശാസ്ത്രീയ അവബോധം കണ്ടെത്തുക. നമ്മളുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും ബൃഹത്തായ ഒരു സംസ്കാരമാണ്. നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരിടം, ഒരു കമ്മ്യൂണിസ്റ്റിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരിടം, സാംസ്കാരിക ദേശീയത. അതുകൊണ്ടാണ് ശങ്കരാചാര്യരൊക്കെ ഇവിടെ വന്നത്. നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നതും ഏറ്റവും അറിയാമെന്ന് നമ്മൾ വിചാരിക്കുന്നതും ഏറ്റവും അറിവുകേടുള്ളതുമായ ഏരിയ ഏതെന്ന് ചോദിച്ചാൽ ഓരോ ഭാരതീയനും ഇന്ത്യൻ ഫിലോസഫിയാണ്. എന്താണ് ഇന്ത്യൻ ഫിലോസഫിയുടെ അടിത്തറ? സ്പിരിച്വാലിറ്റി. എന്താണ് ഐഡിയലിസം, ഐഡിയോളജി. യെസ്, ഈ ഐഡിയോളജിയുടെ അടിസ്ഥാനം ആയിട്ടുള്ള ഫാക്ടർ എന്താ? ഇന്ത്യൻ ഫിലോസഫിയുടെ അടിത്തറ, വേദോപനിഷത്തുകളെല്ലാം സംവേദിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം എന്തിനെ കുറിച്ചാണ്? സ്പിരിറ്റ്, ആത്മാവ്, ആത്മീയതയെ കുറിച്ച് അല്ലേ? ആത്മീയതയെ കുറിച്ച്. ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച് ആത്മീയതയിൽ 2 എനർജിയാണുള്ളത്. ശാസ്ത്രം പറയുന്നത് എനർജിയുടെ കാര്യങ്ങളാണ്. ഐസക് ന്യൂട്ടൻ പറഞ്ഞതും അതാണ്. ഒരു എനർജിയും പുതിയതായി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് അത് മാറുന്നതാണ്. ഫിസിക്സ് ആരൊക്കെയാണ്? ഒന്നും ഇല്ല കേട്ടോ ഇവിടെ. അടുത്ത ബോറടിച്ച ഞാൻ നിർത്തിട്ടെ. പിന്നെന്താ മിണ്ടാത്തേ? ഞാൻ സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ ഒക്കെ പറയിപ്പിക്കും കേട്ടോ, പ്രതികരണം ഇല്ലെങ്കിൽ. അത് എഴുന്നേറ്റില്ല, എല്ലാവരും എഴുന്നേക്കോ നോക്കട്ടെ. എനിക്കതൊരുണ്ടോ? എല്ലാരും നോക്കി അവനവന്റെ അടുത്തുനിന്നവരൊക്കെ എണീറ്റാ. കൊച്ചുമല്ല, ബാക്കി എല്ലാരും എഴുന്നേറ്റാ. എത്ര മിനിറ്റ് ഉണ്ട്? 10 മിനിറ്റ്. അപ്പൊ ഇരുന്നോ. എനർജിയാണ് ഇന്ത്യൻ ഫിലോസഫിയുടെ അടിസ്ഥാനം. സയന്റിഫിക് ആണ്. ആരും അതിനെ തള്ളി പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും സനാതന ധർമ്മമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ. ഞാനത് ഈ ഒരു കമ്മ്യൂണലിസം എന്ന് പറയുന്ന നിങ്ങളൊരു ടോപ്പിക് ഇട്ടുപോയിട്ട് ഞാൻ അത് തൊടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതുകൊണ്ട് മാത്രം പറയാണ്. സനാതന ധർമ്മങ്ങൾ പാലിക്കേണ്ടതാണോ പാലിക്കപ്പെടേണ്ടാത്തതാണോ? സനാതന ധർമ്മം പാലിക്കപ്പെടേണ്ടതാണോ പാലിക്കപ്പെടേണ്ടാത്തതാണോ? പാലിക്കപ്പെടേണ്ടതാണെന്നുള്ളവര് ഒന്ന് കൈവക്കിക്കേ. ഞാൻ അതും കൂടി പറഞ്ഞ് നിർത്തുകയാണ്. പാലിക്കപ്പെടേണ്ടവരാണെന്നുള്ളവര് കൈവക്കിക്കോ, ധൈര്യമായിട്ട് കൈവക്കിക്കോ. ഒരു വിമർശനവും ഇല്ല, പഠിച്ച ഒരു വിമർശനവും ഇല്ല. പാലിക്കപ്പെടേണ്ടതാണ്. ഞാൻ അതിന്റെ ആളാണ്. പാലിക്കപ്പെടേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. എന്താണ് സനാതന ധർമ്മം? അത് മലയാളം ടീച്ചറാണോ? അല്ല, വാക്കുകളുടെ അർത്ഥമൊക്കെ പറയുന്നത്. സനാതന ധർമ്മം ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച് സനാതന ധർമ്മം എന്ത്? സനാതന ധർമ്മം എന്താണ്? ഒന്നുമില്ല, ഇത്രയൊന്നും പോകേണ്ട കാര്യമില്ല. സനാതന ധർമ്മങ്ങൾ എന്തല്ല? സത്യക്കതി വരും, പക്ഷെ സത്യം എന്നൊന്നും പറഞ്ഞെങ്ങനെ? സനാതന ധർമ്മം പാലിക്കപ്പെടേണ്ട ആർഷഭാരത ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച് സനാതന ധർമ്മങ്ങളുടെ അടിത്തറയിലാണ് എല്ലാം എഴുതിയേക്കുന്ന, സ്പിരിച്വാലിറ്റിയെ ഡിഫൈൻ ചെയ്തേക്കുന്ന, പറഞ്ഞിരിക്കുന്ന എല്ലാമാണ്. പക്ഷെ സനാതന ധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്ണ വ്യവസ്ഥിതി അല്ല. നമ്മൾ എല്ലാവരും പറയുന്നില്ല, ആ വ്യവസ്ഥിതിയാണ്. ഇത് മുതലാളിത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി നമ്മൾ ജീവിക്കുന്നു. ഇന്ത്യ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന പോലെ ഇന്ത്യയുടെ ചരിത്ര കാലഘട്ടത്തെ 3ആയിട്ട് ഇന്ന് ഭരിക്കുന്നവർ ഇന്ത്യയുടെ ഭരണകർത്താക്കളായിട്ടുള്ളവരുടെ തത്വ സംഹിതകൾ ഡിഫൈൻ ചെയ്യുന്ന പോലെ പ്രാചീന ഘട്ടം, ഹിന്ദു ഘട്ടം, മിഡിൽ മധ്യഘട്ടം, ഇസ്ലാം ഘട്ടം, അത് കഴിഞ്ഞ് ആധുനിക ഘട്ടം, കൊളോണിയൽ ഘട്ടം എന്ന് പറഞ്ഞ് തിരിക്കുന്നിടത്ത് പ്രാചീന ഘട്ട ഇന്ത്യയുടെ ആർഷഭാരത സംസ്കാരം ഏറ്റവും വലിയ ഡോക്യുമെന്റേഷന്റെയും ഏറ്റവും വലിയ വിസ്ഡത്തിന്റെയും ഏറ്റവും നല്ല കാഴ്ചപ്പാടുകളുടെയും ഏറ്റവും വലിയ മാനവികതയുടെയും ഏറ്റവും ഉയർന്ന ധർമ്മത്തിന്റെയും വക്താക്കളായിട്ട്
സൈന്ധവ സംസ്കാരം ഇവിടെ നിലനിന്നിട്ടുണ്ടെങ്കിൽ ആ ആർഷഭാരത സംസ്കാരം എന്തെന്ന് പഠിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന മര്യാദയെങ്കിലും കാണിക്കുക എന്നുള്ളതാണ് രാജ്യത്തെ ഭരണഘടനയിലെ 51A(h) എന്ന് പറയുന്ന ആർട്ടിക്കിളെ സയന്റിഫിക് ടെമ്പർ വളർത്തുക എന്ന് പറയുന്നതിന്റെ പ്രായോഗികത എന്നാണ് ഞാൻ പറയുന്നത് എന്റെ വ്യക്തിപരമായി. പുരുഷാർത്ഥങ്ങളാണ് സനാതന ധർമ്മം. കേട്ടിട്ടുണ്ടോ പുരുഷാർത്ഥങ്ങൾ? ശങ്കരാചാര്യനെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? യെസ്, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണ് പുരുഷാർത്ഥങ്ങൾ. ഇതാണ് ആർഷഭാരത സംസ്കാരത്തിന്റെ സനാതന ധർമ്മം. അല്ലാതെ ചാതുർവർണ്ണ വ്യവസ്ഥിതി അല്ല. അവരവരുടെ അല്ല, പഠിച്ചാൽ അവരവരുടേതല്ല. ഞാൻ പറഞ്ഞു തരാം, ഞാനും പറയാം, പെട്ടെന്ന് പറയാം, ഇത് സംശയം വന്നുകൊണ്ട് പറയാം. നമ്മുടെ വേദങ്ങൾ ഏതൊക്കെയാ? വേദം കഴിഞ്ഞിട്ടല്ലേ വേദാന്തങ്ങളുള്ളൂ, ഉപനിഷത്തുകളുള്ളൂ, അതിന്റെ ചർച്ചകളുള്ളൂ, വ്യാഖ്യാനങ്ങളുള്ളൂ. വേദങ്ങൾ ഏതൊക്കെയാ? ഋഗ്വേദം, സാമവേദം, അഥർവേദം, യജുർവേദം. അതില് സാമവേദമാണ് ആദ്യം. സാമവേദത്തിലാണ് നമ്മൾ തത്വമസി പറഞ്ഞത്. തത്വമസി സാമവേദം ഡിഫൈൻ ചെയ്തത്, ആത്മാവിനെ ഡിഫൈൻ ചെയ്തത് എന്താണ്? അത് നീയാകുന്നു. ഏത് നീയാകുന്നു? ജീവാത്മാവാണ് നീ. അപ്പൊ അതെന്താണ്? പരമാത്മാവാണ്. ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിലനിർത്തുന്ന എനർജിയാണത്. ഈ പരമാത്മാവ്, ബ്രഹ്മം എന്നൊക്കെ പറയുന്നത് ഈ ഭൂമിയെ നിലനിർത്തുന്ന എനർജിയാണ്. ഇതിന്റെ ഭാഗമാണ് എന്റെ ജീവാത്മാവ്. ഇതാണ് ബേസിക്. എല്ലാ വേദങ്ങളുടെയും ബേസിക്, അറിവുകളുടെയും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത്, ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച് പറയുന്നത് അതാണ്. അപ്പൊ അതിൽ സാമവേദം പറയുന്നത് തത്വമസി, അത് നീയാകുന്നു. യജുർവേദം പറയുന്നു അഹം ബ്രഹ്മാസ്മി, ഞാനാണ് ബ്രഹ്മം, സ്പിരിറ്റ് എന്ന് പറയുന്നത് ഞാനാണ്. അഥർവവേദം നമ്മൾ കുറച്ചൊക്കെ ബ്ലാക്ക് മാജിക്കിന്റെയും കൂടോത്രം മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുന്നു. അവിടെ പറഞ്ഞത് ആത്മാവാണ് സ്പിരിറ്റ്. ഇപ്പോ അവസാനം ഋഗ്വേദം ഒന്നല്ല, കോൺഷ്യസ്നെസ് ആണ് സ്പിരിറ്റ്. ആധുനിക സാമൂഹ്യ ശാസ്ത്ര സംവിധാനങ്ങളുമായി നിങ്ങൾ കമ്പൈൻ ചെയ്തു. ഇവിടെ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോന്നാണ്, ഓരോരുത്തർക്കും ഓരോ വ്യാഖ്യാനങ്ങളാണെന്ന് ഇവിടെ പറഞ്ഞു. അങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ സുത്തബോധത്തിൽ നിന്നുകൊണ്ട് ന്യൂട്ടനെയും ഇന്ത്യൻ ഫിലോസഫിയെയും ഒക്കെ കമ്പൈൻ ചെയ്താൽ കോൺഷ്യസ്നെസ് ആണ്, അറിവാണ്, പ്രജ്ഞയാണ്. ഇതാണ് 4 വേദങ്ങൾ തന്ന ബേസ്. ഇതിൽ നിന്നാണ് ഉപനിഷത്തുകളുടെയും ബാക്കിയുള്ളവരുടെയും വേദാന്തങ്ങളുടെയും എല്ലാം വ്യാഖ്യാനങ്ങൾ. ഇതൊന്നും ഒരറ്റത്ത് പോലും അറിയുന്ന ആളല്ല ഞാൻ, പക്ഷെ ബേസിക്കാ പറയാ. ഇതിൽ നിന്നാണ് നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയെ പറയുന്നത്. ഇന്ത്യൻ ഫിലോസഫിയിലേക്ക് വരുമ്പോൾ സനാതന ധർമ്മം, ആണ്. അത് ഓരോ വ്യവസ്ഥിതിയിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നടന്ന 2024 നടന്ന G20 ഉച്ചകോടി, G20 ഇല്ലായിരുന്നു, G7 ആയിരുന്നു. G7 ആരൊക്കെയായിരുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളായിരുന്നു. അവരുടെ ഒരു കൾച്ചറൽ ഫോറം എന്നുള്ള നിലയിലാണ് G7 വന്നത്. ആ നയപരിപാടികൾ ലോകത്തിന്റെ സ്വാധീനിക്കുന്ന പൊളിറ്റിക്കൽ നയപരിപാടികളാണെന്ന് വന്നെടുത്ത് ഇന്ത്യയെ പോലുള്ള 3-4 രാജ്യങ്ങൾ നമ്മൾക്ക് അതിൽ സ്വാധീനം ഉണ്ടാവാൻ വേണ്ടി ഉള്ള കാലങ്ങളായിട്ട് നടത്തിയ ശ്രമത്തിന്റെ ഫലമായാണ് G20 വന്നത്. G20 2024 നടന്നു. ഇപ്പൊ സമാന സ്വഭാവമുള്ള ലോകത്തെ നയിക്കുന്ന 186 193 രാജ്യങ്ങൾ, എത്ര രാജ്യങ്ങൾ? അത്രയും രാജ്യങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന G20 രാജ്യങ്ങളുടെ നയപരിപാടികളിൽ ലോകത്തിലെ അസമത്വം മാറ്റാൻ ഒരൊറ്റ പണിയേ ഉള്ളൂ എന്നാണ്
2024 G20 പ്രപ്പോസൽ ബ്രസീലാണ് വെച്ചത്. അർജന്റീന കേട്ടതേ എതിർത്തു, അമേരിക്കയും എതിർത്തു. ഒരേ അഭിപ്രായമാണോ G20 അല്ല. ഒരു വ്യവസ്ഥിതിയിൽ, ഒരു കൾച്ചറൽ ഫോറത്തിൽ ഒരേ അഭിപ്രായങ്ങളല്ല. അസമത്വത്തിനെതിരെ, പട്ടിണിക്കെതിരെ നിലപാടെടുക്കാൻ സമ്പന്നർക്ക് ടാക്സ് ഈടാക്കണം എന്നാണ് ബ്രസീൽ ഇത്തവണ വെച്ച പ്രപ്പോസൽ. ഈ ടാക്സിന്റെ കാര്യത്തിൽ ഒറ്റ ടാക്സ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒറ്റ ടാക്സ് ആണോ? ഇവിടെ അദാനിക്കുള്ള ടാക്സ് ആണോ നമ്മൾ കൊടുക്കുന്നത്? ആരാണ് കൂടുതൽ കൊടുക്കേണ്ടത്? അദാനിയും അംബാനിയെ കൊടുക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കലി ആരാ കുറവ് കൊടുക്കുന്നത്? ആരാ കൊടുക്കാതിരിക്കുന്നത്? കോർപ്പറേറ്റുകളാണ് കൊടുക്കാതിരിക്കുന്നത്. എന്ന് പറയുന്ന പോലെ ഒരു വ്യവസ്ഥിതിക്കകത്ത് വരുന്ന, ആ കാലങ്ങൾക്കകത്ത് വരുന്ന സാമൂഹ്യ രാഷ്ട്രീയ നടത്തിപ്പുകൾക്കകത്ത് വരുന്ന വേരിയേഷൻസ് ഉണ്ട്. ഇതൊന്നും അടിസ്ഥാന അറിവിന്റെ വേരിയേഷൻസ് അല്ല. അടിസ്ഥാന അറിവ് ഇന്ത്യൻ ഡോക്യുമെന്റേഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഡോക്യുമെന്റേഷൻ ഉള്ള ഒരു പ്രാചീന സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ സമയക്കുറവുകൊണ്ട് നീട്ടുന്നില്ല. 4 പുരുഷാർത്ഥങ്ങൾ 4ആണ്. അതിലൊന്ന് ധർമ്മം. ആദ്യത്തെ ധർമ്മം. ധർമ്മം എന്നുള്ളത് ധ്രു എന്ന ധാതുവിൽ നിന്നാണ് ധർമ്മം എന്നുള്ള വാക്കിനർത്ഥം വരുന്നത്. വേദങ്ങൾ അനുസരിച്ച് എല്ലാത്തിനെയും ധരിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. എല്ലാ അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയ, ആധുനിക രാഷ്ട്രീയ ഐഡിയോളജി ഏതാണ്? ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്. നമ്മൾ ഇന്ത്യ എന്നുള്ള സ്വത്വത്തിൽ നിന്ന് മാറി ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന സ്വത്വത്തിൽ നിൽക്കുമ്പോൾ ഈ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയ ഐഡിയോളജി എല്ലാത്തിനെയും ഒരു വിഭാഗീയതയില്ലാതെ ചേർത്ത് നിർത്തുന്ന ഐഡിയോളജി ഏതാണ്? ഐഡിയോളജി എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്ന, മനുഷ്യരെ ഒന്നായി കാണുന്ന, അസമത്വമില്ലാതെ മാർക്സിസം. മാർക്സിസത്തിൽ 2 വർഗങ്ങളേ ഉള്ളൂ. ഏതാ 2 വർഗങ്ങള്? അല്ല, കൃത്യമായി ഡിഫൈൻ ചെയ്ത് പറയൂ. ഉള്ളവനും ഇല്ലാത്തവനും അല്ല. അധ്വാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്സിസം വർഗീയമായിരിക്കുന്നത്. തൊഴിലാളിയും മുതലാളിയും, മുതലാളി വർഗവും തൊഴിലാളി വർഗവും 2 വർഗങ്ങളേ ഉള്ളൂ. ഈ വർഗങ്ങൾ തമ്മിലുള്ള സംഘടനമാണ് നിലവിലുള്ള പോരാട്ടമെങ്കിൽ ഈ വർഗ സംഘടനം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകണം എന്നുള്ള സമരബന്ധാവാണ് മാർക്സിസം, ലെനിനിസം, മാർക്സിസം. എന്താണ് പറയുന്നത്? ലെനിനിസം, മാർക്സിസം എന്താണ് പറയുന്നത്? സർവരാജ്യ തൊഴിലാളികൾക്ക് സർവാധികാരമുള്ള ഒരു സാമൂഹിക അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. തൊഴിലാളികൾക്ക് സർവാധികാരമുള്ള സാമൂഹിക അവസ്ഥ എന്താ? മൂലധനത്തിനൊപ്പം അധ്വാനത്തിന് വില കൽപ്പിക്കുന്ന അവസ്ഥ. മൂലധനം മുതലാളി ഇൻപുട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് മൂലധനം മുതലാളി ഇൻപുട്ട് ചെയ്തിട്ട് അധ്വാനം ഉപയോഗിച്ചുകൊണ്ട് ലാഭത്തിലേക്ക് വരുമ്പോൾ ആ ലാഭത്തിന്റെ അർഹത ആർക്കാ ഉള്ളത്? ഇപ്പോ നിലവില് മുതലാളിക്ക് മാത്രം. ലെനിൻസ് എന്താ പറഞ്ഞത്? ഈ ലാഭത്തിന്റെ അർഹത അധ്വാനം ഇൻപുട്ട് ചെയ്യുന്ന, മൂലധനം ഇൻപുട്ട് ചെയ്യുന്ന ആളെ പോലെ തന്നെ തൊഴിലാളിക്ക് ഉണ്ടാവണം. ഇവിടെ സംഘർഷമില്ല. അവിടെ സംഘർഷമില്ല. ഈ പറയുന്ന സംഘർഷമില്ലാത്ത ഒരു അവസ്ഥയാണ് ലോകത്തിലെ വസന്തം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ വസന്തത്തിലേക്കുള്ള വരവിലേക്കുള്ള സമരമാണ് ഈ വഴി എന്നാണ് പറയുന്നത്. അവിടെ ലെനിൻ പറഞ്ഞു വെച്ചതാണ്, ഈ വസന്തത്തിന്റെ വരവിനെ നിങ്ങൾക്ക് തടയാൻ പറ്റില്ല, നിങ്ങൾക്ക് പൂക്കൾ ഇറുത്ത് മാറ്റാനേ കഴിയൂ. പുഷ്പൻ ഉൾപ്പെടെയുള്ള പൂക്കളെ ഇറുത്ത് മാറ്റുന്ന ഈ വസന്ത പോരാട്ടങ്ങളിൽ പൂക്കളാണ് ഇറുത്ത് മാറ്റുന്നത്, വസന്തമല്ല
എന്താ പറയാ, ഇരുത്ത് മാറ്റി. ഇവിടെയാണ് നമ്മൾ സനാതന ധർമ്മത്തെ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ മാർക്സിസവും പഠിക്കണം, ഐഡിയോളജിക്കലി പഠിക്കണം, സനാതന ധർമ്മങ്ങളും പഠിക്കണം. സനാതന ധർമ്മം എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്നതാണെങ്കിൽ വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മനുഷ്യന്റെ അധ്വാനത്തിന് വില കൊടുക്കുന്ന, മനുഷ്യനെ സമത്വപൂർണമായി കാണുന്ന ഒരിടത്ത് എല്ലാവരെയും ചേർത്ത് നിർത്തുക, എല്ലാത്തിനെയും ഒന്നിച്ചു നിർത്തുക എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ഫിലോസഫിയിൽ പുരുഷാർത്ഥങ്ങളിൽ ഒന്നാമത്തെ ധർമ്മം. എന്തിനാ കാട് കയറി പോകുന്നത്? എന്തിനാ സ്വയം വ്യാഖ്യാനങ്ങൾ? അറിവില്ലാത്തടത്താണ് സ്വയം വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുക. പഠിക്കാത്തടത്താണ് സ്വയം തപ്പലുകൾ ഉണ്ടാവുക, ജസ്റ്റിഫിക്കേഷനുകൾ. അറിവിന്റെ ഇടങ്ങളിൽ ജസ്റ്റിഫിക്കേഷൻ അല്ല, ശാസ്ത്രം സത്യമാണ്. ശാസ്ത്രം ട്രൂത്ത്, അതിനപ്പുറം ആ സത്യം പഠിക്കുക, സത്യാവസ്ഥ പഠിക്കുക. അതാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി വച്ചത്. സയന്റിഫിക് ടെമ്പർ പ്രോത്സാഹിപ്പിക്കുക, ശാസ്ത്ര അവബോധം ഉണ്ടാക്കുക, ഏത് കാര്യത്തിലും ശാസ്ത്രീയമായ കാഴ്ചപ്പാട് ഉണ്ടാക്കുക. ഒരു കമ്മ്യൂണലിസ്റ്റിൽ നിന്ന് ഒരു സെക്യുലറിസ്റ്റിലേക്കും ഒരു മനുഷ്യനിലേക്കും ഉള്ള വളർച്ച. അതാണ് കേരളം പറഞ്ഞത്. നമ്പൂരിയോട് മനുഷ്യനാവാനും മനുഷ്യനോട് കമ്മ്യൂണിസ്റ്റ് ആവാനുമാണ് ആ മുദ്രാവാക്യത്തിന്റെ അവസരം. നമ്മൾ കേട്ടു, ഫ്യൂഡലിസത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് സാധാരണ മനുഷ്യ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ നടക്കാൻ, ജനാധിപത്യത്തിലേക്ക് നടക്കാൻ നമ്പൂരിയിൽ നിന്ന് മനുഷ്യനാകാൻ പറയുന്നത് നമ്മൾ കേട്ടു. പക്ഷെ ബാക്കി ഭാഗം കേൾക്കാനേ ഇല്ലാണ്ട് നമ്മൾ വെച്ചു. മനുഷ്യനോട് കമ്മ്യൂണിസ്റ്റ് ആവാനാ പറഞ്ഞത്. എല്ലാവരെയും ഒരേപോലെ ഇടുന്ന കാഴ്ചപ്പാടിലേക്ക്, സ്വത്വബോധത്തിലേക്ക്, മനുഷ്യൻ വ്യക്തിത്വത്തിലേക്ക് വളരാൻ വേണ്ടി ആ മനുഷ്യനായ മനുഷ്യനോട് കമ്മ്യൂണിസ്റ്റ് ആവാൻ പറയുന്നിടത്താണ് ഈ സ്വത്വബോധം പരിപൂർണമായ വ്യക്തിത്വ വികാസത്തിലേക്ക്, ധർമ്മചിന്തയിലേക്ക് എത്തുന്നത്. രണ്ടാമത്തേത് അർത്ഥമാണ്. ഈ കാലഘട്ട ഈ സ്ഥിതി മുതലാളിത്ത വ്യവസ്ഥയിൽ എല്ലാത്തിന്റെയും ആധാരം യുഗത്തിൽ പഠിച്ചു വന്ന ഒരു പെൺകുട്ടി ഇല്ലാതാക്കപ്പെടുന്നത് ഈ ക്യാപിറ്റലിസ്റ്റിന്റെ എല്ലാ സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിച്ചിട്ടാണ്. അവിടെ നമ്മൾ അർത്ഥം എന്ന് പറയുന്ന ഇന്ത്യൻ ഫിലോസഫി ഡിഫൈൻ ചെയ്യുന്നത് ധർമാധിഷ്ഠിതമായ വഴിയിലൂടെയായിരിക്കണം അർത്ഥസമ്പാദനം. എന്തെല്ലാം ഉണ്ട് അതിനടിയിൽ. നിങ്ങൾ നോക്കൂ, സഹോദരൻ സഹോദരിയെ വെട്ടിക്കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു, അമ്മയും മക്കളും തമ്മിൽ സ്നേഹമില്ലായിരുന്നു, അയൽവക്കത്തുകാരന്റെ അതിര് മാന്തുന്നു, തോണ്ടുന്നു, കടന്നു കയറുന്നു. അത് രാഷ്ട്രീയ അന്തർദേശീയ ഇടങ്ങളിലേക്കെല്ലാം സംഭവിക്കുന്നു. പക്ഷേ അതിന് കമ്മ്യൂണിസം നൽകുന്ന ഡെഫിനിഷൻ എന്താ? സോഷ്യലിസം. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ് എഴുതി വെച്ചത്. എന്താണ് സോഷ്യലിസം? അവനവന്റെ കഴിവിനനുസരിച്ച് പണിയെടുക്കുക, പണിക്കനുസരിച്ച് വേതനം വാങ്ങുക, തൊഴിലിന്റെയും വേതനത്തിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ എല്ലാവരെയും തുല്യമായി കാണുക. അതാണ് സോഷ്യലിസം. കമ്മ്യൂണിസം എന്താ? കുറച്ചുകൂടെ കടന്നപ്പുറത്താ. നമ്പൂരിയോട് മനുഷ്യനാവാനും മനുഷ്യനോട് കമ്മ്യൂണിസ്റ്റ് ആവാനും പറയുന്നിടത്താണ് സോഷ്യലിസ്റ്റിനോട് കമ്മ്യൂണിസ്റ്റ് ആവാൻ പറയുന്നത്. സോഷ്യലിസ്റ്റിനോട് കമ്മ്യൂണിസ്റ്റ് ആവാൻ പറയുന്നിടത്ത് കഴിവിനനുസരിച്ച് പണിയെടുക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കുക, ബാക്കി പൊതു സംവിധാനമായി മാറുക. BPCL അടച്ചുപൂട്ടാതിരിക്കുക, വിൽക്കാതിരിക്കുക, പൊതു സംവിധാനങ്ങളെ നിലനിർത്തുക, അവനവന്റെ കഴിവിനനുസരിച്ച് പണിയുക, ജീവനത്തിന്റെ ആവശ്യത്തിനുള്ളത് എടുക്കുക, ബാക്കി പൊതു സംവിധാനങ്ങളെ ബലപ്പെടുത്തുക. ഇതാണ് കമ്മ്യൂണിസം. അപ്പോ അർത്ഥം ധർമാധിഷ്ഠിതമാവണം എന്ന് പറയുന്നിടത്ത് കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാണ് പുരുഷാർത്ഥങ്ങളിൽ രണ്ടാമതായിരിക്കുന്ന അർത്ഥത്തെ ഡിഫൈൻ ചെയ്യുന്നത്? 3, കാമം. എന്താ കാമം? ഡിസയർ. എന്താണിത്? വൈകാരികമായി ശാരീരികമായി അനുഭൂതി നൽകുന്നത് എന്തോ അതാണ് കാമം. ഇതാണ് വേദാന്തങ്ങൾ പറയുന്നത്. വൈകാരികമായി ശാരീരികമായി അനുഭൂതി നൽകുന്നത് എന്തോ അത് കാമം. അനുഭൂതി ജീവിതത്തിന്റെ സായുജ്യം എന്ന് പറയുന്ന അവസ്ഥ. ഇത് നൽകുന്നത് എന്തോ നല്ല ഇപ്പൊ പലർക്കും നല്ലൊരു സ്ട്രോങ് ചായ കുടിച്ച ഒരു വർത്തമാനവും കേട്ട് നിൽക്കും എന്ന് പറയുന്ന ഒരിടത്തേക്ക് നമ്മൾ എത്തും. അല്ല, ഒരു സായുജ്യം. നല്ലൊരു പുസ്തകം വായിച്ചാൽ കിട്ടുന്നത് സ്ത്രീ പുരുഷ മൈഥുന്യം, നമ്മുടെ കുണ്ടലിനി ഊർജത്തെ വരെ ഉണർത്തിക്കൊണ്ടു പോകുന്ന നല്ലൊരു സെക്സ് ആക്ട്. പക്ഷെ ഇതെല്ലാം എന്തായിരിക്കണം? ധർമാധിഷ്ഠിതമായിരിക്കണം,
ധർമാധിഷ്ഠിതമായി സമ്പാദിക്കുന്ന പണം കൊണ്ട് നേടുന്നതായിരിക്കണം. ഈ കോർപ്പറേറ്റ് യുഗത്തിൽ, ക്യാപിറ്റലിസ്റ്റിക് യുഗത്തിൽ പണം കൊണ്ട് ഇതെല്ലാം നേടാം. പക്ഷെ ആ പണവും ധർമാധിഷ്ഠിതമായി നേടുന്നതായിരിക്കണം എന്നാണ് ഇന്ത്യൻ ഫിലോസഫി. വർഗീയ ഫാസിസ്റ്റ് നിലപാടുകൾ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. സ്ത്രീയെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു മൂലയിൽ ഇട്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് ഒരു സ്ത്രീ പുരുഷ സായുജ്യമുള്ള മൈഥുന്യം, കീഴ്പ്പെടുത്തൽ അല്ലാതെ, ബ്രൂട്ടഡ് ആയിട്ടുള്ള റേപ്പ് അല്ലാതെ ഒരു പെണ്ണിന്റെ കൂടെ എങ്ങനെ ഉറങ്ങാൻ പറ്റും? അവളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാതെ ഒരു പെണ്ണിന്റെ പ്രണയത്തെ എങ്ങനെ ആഘോഷിക്കാൻ പറ്റും? ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. എന്റെ ഒപ്പം എനിക്ക് തുല്യ പങ്കാളിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവൾ എന്നുള്ളതിന് പകരം ഞാൻ കീഴ്പ്പെടുത്തുന്ന ഒരു ശരീരമാണ് അവള് എന്ന് പറയുന്നിടത്ത് എന്താണ് ഇന്ത്യൻ ഫിലോസഫിയിൽ ആർത്തവത്തെ അശുദ്ധി എന്ന് മാറ്റി നിർത്തുന്നിടത്ത് അമ്മയുടെ സ്ഥാനം എവിടെ? പുരുഷാർത്ഥങ്ങളുടെ സ്ഥാനം എവിടെ? എന്തുകൊണ്ടാണ് സനാതന ധർമ്മ പുരുഷാർത്ഥങ്ങളല്ല, ഈ 4 പ്ലെയിൻ സിമ്പിൾ 4 കാര്യങ്ങളല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി എന്തിനാണ് വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം ഉൾപ്പെടെ വർഗീയ ചിന്താഗതികൾ നമ്മുടെ മുകളിൽ ശാഠ്യം പിടിക്കുന്നത്? അവരുടെ സ്വത്വബോധത്തെ വലിച്ചു കീറി ആണി അടിച്ച് ദൂരെ കളയേണ്ടി വരും. വേണ്ടേ? 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 എന്താ മിണ്ടാത്തെ? വേണോ? സംശയമുണ്ടോ? ഇല്ല. 4 മോക്ഷം. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അതിലാണ്. മോക്ഷം എന്താ? ശങ്കരാചാര്യ പറഞ്ഞാലും മോക്ഷം ജീവാത്മാവ് പരമാത്മാവിലേക്കുന്ന അവസ്ഥയാണ് മോക്ഷം. നിർവാണം എന്നാണ് പറയുന്നത്. എല്ലാം പറച്ചില്ല. എല്ലാം ഓരോ വ്യവസ്ഥിതിയെ പരിപോഷിപ്പിക്കാൻ ഈ വ്യവസ്ഥിതിയിൽ ബ്രാഹ്മണ്യത്തെ ഏറ്റവും അധികം അളന്നു തൂക്കി മുന്നിൽ നിർത്താൻ വേണ്ടി ഓരോരുത്തരും കൊണ്ടുപിടിച്ച് ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞെടുത്താണ് നമ്മളുടെ എല്ലാ വ്യാഖ്യാനങ്ങളും നമ്മുടെ പഠനങ്ങളും എത്തി നിൽക്കുന്നത്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കീഴാറുകളുടെ വളർച്ചയിലൂടെ കേരളം കഥ പറയുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെല്ലാം കഥ പറയുന്നത് ബ്രാഹ്മണ്യത്തിന്റെ ഉയർച്ചയിൽ, അവരുടെ സംസ്കരണത്തിന്, അവരുടെ മൂല്യബോധ നിർമ്മാണത്തിന്, അവർ ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ അവരുടെ ഇടങ്ങളിലുള്ള ശൈശവ വിവാഹവും വിധവാ വിവാഹങ്ങളും ഒക്കെ ഇല്ലാതാക്കി ആ സമൂഹത്തെ ഒന്ന് പുഷ്ടിപ്പെടുത്തി ഞാൻ അധികാരി എന്ന് പറഞ്ഞ് ചെങ്കോൽ പിടിക്കുന്നിടത്താണ് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങൾ നവോത്ഥാന പ്രക്രിയകളെ പോലും പറയുന്നത്. കേരളം മാത്രമേ മറുത്തു പറഞ്ഞുള്ളൂ. അവിടെയാണ് മോക്ഷം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം എന്നർത്ഥം. ഇന്ത്യൻ ഫിലോസഫിക്കലി സ്വാതന്ത്ര്യം എന്താണെന്ന് ചോദിച്ചാൽ മോക്ഷം എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതിനൊരൊറ്റ ഡെഫിനിഷനേ ഉള്ളൂ: ധർമാധിഷ്ഠിതമായി സമ്പാദിക്കുന്ന പണം കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതെ, മറ്റുള്ളവരുടെ ജീവിതം തട്ടിപ്പറിക്കാതെ ഞാൻ എൻ്റെ വ്യക്തിബോധത്തിൽ ഉയർന്ന നിലപാടോടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരവസ്ഥ, ഒരു സ്വതന്ത്ര ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മോക്ഷം. അങ്ങനെ എപ്പോൾ മരിച്ചാലും നിന്റെ മനസ്സിൽ പ്രശ്നമില്ലല്ലോ? ഉണ്ടോ? അപ്പൊ മോക്ഷം തന്നെയാണ്, നിർവാണം തന്നെയാണ്. ഇതാണ് മോക്ഷം. സ്വാതന്ത്ര്യം എന്ന് അതിനർത്ഥം. ഇവിടെ വർഗസംഘടന ഇല്ലാത്ത ഒരു സംവിധാനത്തിൽ ആരും ആരെയും ചൂഷണം ചെയ്യാത്ത ഈ കാലഘട്ടത്തിൽ, ഈ വ്യവസ്ഥിതിയിൽ അധ്വാനമാണ് എല്ലാത്തിന്റെയും അടിത്തറ. പണത്തിന് പകരം അധ്വാനം റീപ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു വ്യവസ്ഥിതിക്കകത്ത് ആരെയും ഞാൻ ചൂഷണം ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു ആധുനിക സാമൂഹ്യ സാഹചര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിനും, ആ എവിടെ നിൽക്കുന്നു എന്നുള്ള നമ്മളിൽ നിന്നുണ്ടാകുന്ന റിഫ്ലക്ഷനുകളും നമ്മളുടെ ചലനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും ആയി മാറുന്ന ഒരു അടിസ്ഥാന ഇടങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മളെ മുന്നോട്ട് ഈ ഭൂമി ഇതിലും ഭംഗിയായി അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള പ്രയാണത്തിൽ സംഭാവന ചെയ്യാനുള്ള വ്യക്തികളായി നമ്മളെ മാറ്റേണ്ടത്.
ഏതാ ബേസ്? ഇപ്പോഴത്തെ സോഷ്യൽ ലൈഫിൽ ഏതാ ബേസ്? ഏതാ ബേസ്? ഭരണഘടന ശരിയല്ലേ? പിന്നെ നമ്മൾ ലൈഫിൽ ഏതാ ഫോളോ ചെയ്യണ്ടേ? ആർഷഭാരത സംസ്കാരം കാലാനുസൃതമായി പ്രായോഗികമായി എങ്ങനെ ആവണമെന്നല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ? അതിന്റെ തത്വം എന്താണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ആർഷഭാരത സംസ്കാരം സബ്ജക്റ്റീവായിട്ട് ആ കാലഘട്ടത്തിൽ, ഫ്യൂഡൽ കാലഘട്ടത്തിനും പുറകിലുള്ള പ്രാചീന കാലഘട്ടത്തിൽ മനുഷ്യനെ ഇത്ര വാരെ അകലം നിർത്തിയെടുത്ത് നിന്നുകൊണ്ട് അനുഷ്ഠിക്കണമെന്നാണോ പറയുന്നത്? അവിടെയാണ് ബ്രാഹ്മണൻ അരിസ്റ്റോക്രാറ്റിക് ക്ലാസ് ഭരണാധികാരിയായിട്ടിരിക്കുന്നത്. ബ്രാഹ്മണിക്കൽ അധികാരമുള്ളത് അവിടെയാണ്. അതാണോ ഇനി വേണ്ടത്? വേണോ? അത് മാറിയെങ്കിൽ മാറ്റണ്ടേ? ഇതിന്റെ ഉള്ളിൽ അത് അവിടെയല്ലേ സുരേഷ് ഗോപിയെ പോലെയുള്ള മണ്ടന്മാർ പറഞ്ഞത് ബ്രാഹ്മണനായിട്ട് ജനിക്കണം, അയ്യപ്പനെ സേവിക്കണം എന്ന് പറഞ്ഞു. ആ മണ്ടനാണോ നമ്മൾ? ആ മണ്ടത്തരത്തിനാണോ നമ്മൾ ഇത്രയും പഠിച്ചത്? ആ മണ്ടത്തരത്തിനാണോ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ആ മണ്ടത്തരത്തിനാണോ ഭരണഘടന അനുശാസിക്കുന്ന സയന്റിഫിക് ടെമ്പറിന്റെ വക്താക്കളായി നമ്മൾ നിൽക്കുന്നത്? ഈ കൺഫ്യൂഷൻ ആണ് ചൂഷണം ചെയ്യുന്നത്. ഇതാണ് ഫാക്ട് കേട്ടോ. ഇത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. ഇത് പാവം. ഇത് നമ്മൾ ഓരോ കമ്മ്യൂണലിസം എന്നുള്ള സബ്ജക്ട് നിങ്ങൾ ആദ്യം ഇട്ടതിന്റെ ഏറ്റവും വലിയ പ്രസക്തി അതാണ്. ഞാൻ തുടങ്ങിയത് അവിടെയാണ്. ഏതെല്ലാം സാഹചര്യത്തിലാണ് ഒരു കമ്മ്യൂണലിസ്റ്റ് ആണ് ഞാൻ എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതിനെ ബ്രേക്കപ്പ് ചെയ്യണം. അതിനെ ബ്രേക്കപ്പ് ചെയ്യാനാണ് നമ്മളുടെ ഓരോന്ന്. ഞാൻ പൂർണ്ണമായി ബ്രേക്കപ്പ് ചെയ്ത ആളല്ല. ഒരു അമ്പലത്തിൽ പോയി നിന്ന് കൈതൊഴുത് പ്രാർത്ഥിച്ചാൽ ഉള്ളിന്റെ ഉള്ളിൽ സമാധാനം കിട്ടുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്റെ ആ സമാധാനം എന്റെ സ്വകാര്യതയായി ഞാൻ സൂക്ഷിക്കും. അത് ഈ ലോകത്തിന്റെ നടത്തതിൽ ശരിയാണ് എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് വെക്കും ഞാൻ. അതിനപ്പുറത്തേക്ക് സംസാരിക്കാൻ എനിക്ക് കഴിയും. കാരണം ശരി അതാണെന്ന് എനിക്കറിയാം. എന്റെ വൈകല്യവും വൈകൃതവുമാണിത്. അതുകൊണ്ട് അത് എന്നിൽ തന്നെ തീരണം എന്ന് വിചാരിക്കണം. അതാണ് ശരിയെന്ന് ശബ്ദിക്കരുത് നമ്മൾ. ആ ശബ്ദമാണ് നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശബ്ദിക്കാൻ കഴിയണം. ഒരുപാട് സമയത്തിലേക്ക് പോയി. അപ്പൊ നമ്മുടെ സമയ കൃത്യത നമുക്ക് ഡിസ്കഷൻസ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കുന്ന സമയത്തോ മറ്റോ ആയിട്ട് ചുരുക്കപ്പെടുത്തിയാൽ എല്ലാവർക്കും അതൊരു പേഴ്സണലായിട്ട് പറഞ്ഞു. അപ്പോൾ പുറത്ത് വെച്ചിട്ട് നമുക്ക് ആ ഡിസ്കഷൻസ്. As a token of our share, I request Ms. Sona P. Convener, Culture Committee, to present a memento of appreciation to Ms. Gayatri